നമ്മൾ നോക്കാൻ പോണത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിലെ വാട്ടർ ബോൺ ഡിസീസിലെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണത്. അല്ല, ആദ്യത്തെ ഡിസീസാണ് പോളിയോമൈലിറ്റിസ്. അപ്പം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഡിസീസാണ് പോളിയോമൈലിറ്റിസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാനിറ്റേഷൻ ഇഷ്യൂസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൺട്രീസിലാണ് കൂടുതലായിട്ട് ഈ പോളിയോ കേസസ് കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോളിയോ ഫ്രീ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻ മെഷേഴ്സ് തുടരുന്ന കാരണം നമുക്ക് പോളിയോനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പോളിയോമൈലിറ്റിസ് ഈസ് എ വൈറസ് ഇൻഫെക്ഷൻ. ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് പോളിയോ എന്ന് പറഞ്ഞാൽ. പോളിയോ വൈറസ് ആണ് നമ്മുടെ പോളിയോ എന്നുള്ള അസുഖം ഉണ്ടാക്കുന്നത്. അപ്പൊ കോസറ്റീവ് ഏജന്റ് എന്ന് പറഞ്ഞാൽ പോളിയോ വൈറസ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷസ് ഡിസീസ് ഓഫ് ഹ്യൂമൻ എയിൽമെന്ററി ട്രാക്ട്. ഹ്യൂമൻ എയിൽമെന്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പോളിയോമൈലിറ്റിസ്. ഇത് ബാധിച്ചിട്ടുള്ള ഒരു കേസസ് ആ പേഷ്യന്റിന്റെ ഫീസസ് വഴിയാണ് പോളിയോ വൈറസിനെ എക്സ്ക്രീറ്റ് ചെയ്യണത്. അത് പിന്നെ ഈ കണ്ടാമിനേറ്റ് ചെയ്യുമ്പോൾ വാട്ടറിനെയോ അതുപോലെ ഫുഡിനെയോ കണ്ടാമിനേറ്റ് ചെയ്യാണ് ആ ഫീസസ് എങ്കിലാണ് വേറൊരാൾക്ക് അസുഖം സ്പ്രെഡ് ആവുന്നത്. അപ്പൊ പ്രോപ്പറായിട്ട് സാനിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാത്ത ഏരിയകളിൽ ഇങ്ങനെ ഒരു കേസിൽ നിന്ന് എക്സ്ക്രീറ്റ വഴി എക്സ്ക്രീറ്റ വാട്ടറിനെയോ അതുപോലെ ഫുഡിനെയോ കണ്ടാമിനേറ്റ് ചെയ്യുമ്പോഴാണ് വേറൊരു ആളിലേക്ക് ഈ പോളിയോ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം എത്തുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇൻഫെക്ഷസ് ഡിസീസ് ഓഫ് ഹ്യൂമൻ എയിൽമെന്ററി ട്രാക്ട്. ഇറ്റ് മേ എഫക്ട് ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ് റിസൾട്ടിങ് ഇൻ പാരാലിസിസ്. ഇപ്പൊ ഈ പോളിയോ എന്നുള്ള ഒരു ഇൻഫെക്ഷൻ പല ഓർഗൻസിനെയും എഫക്ട് ചെയ്യാം. ബ്രെയിന്, സ്പൈനൽ കോഡ്, നെർവ്സ്, അതുപോലെ നെർവ്സിനൊക്കെ എഫക്ട് ചെയ്യുമ്പോൾ ഈ പോളിയോ അതിന്റെ ഏറ്റവും സീവിയർ ഫോമിലായിട്ടുള്ള പാരാലിസിസിൽ അടക്കം നെർവ്സിനെ എഫക്ട് ചെയ്യുമ്പോൾ പാരാലിസിസ് എന്നുള്ളൊരു ഔട്ട്കത്തിലേക്കാണ് ഈ പോളിയോമൈലിറ്റിസ് എത്തിക്കുന്നത്. പോളിയോ ഡസ് നോട്ട് ഓൾവേസ് കോസ് പാരാലിസിസ്. അപ്പൊ നമുക്ക് ഒരു ധാരണ ഉണ്ട്, പോളിയോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഇമേജിൽ കാണിച്ച പോലെ പാരാലിസിസ് ഉണ്ടാക്കുന്ന ഒരു അസുഖം മാത്രമാണ് ഈ പോളിയോ എന്ന് പലർക്കും ഒരു ധാരണ ഉണ്ട്. എന്നാൽ അങ്ങനെയല്ല. പോളിയോ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും പാരാലിസിസിലേക്ക് മാത്രം നയിക്കുന്ന ഒരു അസുഖമല്ല. 1% ഇൻഡിവിജ്വൽസിന് മാത്രമാണ് പോളിയോമൈലിറ്റിസ് കാരണം പാരാലിസിസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പല ആൾക്കാരും പ്രോപ്പറായിട്ട് ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരിൽ സ്വന്തമായിട്ട് സെൽഫ് ലിമിറ്റിങ്ങിൽ മൈൽഡായിട്ട് അഫക്ട് ചെയ്തിട്ട് പോണ ഒരു അസുഖം കൂടിയാണ് പോളിയോമൈലിറ്റിസ്. ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമാണ് അത് അതിന്റെ ഏറ്റവും സീവിയർ ഫോം ആയിട്ടുള്ള പാരാലിസിസിലേക്കൊക്കെ ലീഡ് ചെയ്യണത്. അപ്പോൾ എല്ലാ പോളിയും ഒരിക്കലും പാരാലിസിസ് ഉണ്ടാക്കില്ല. ആ ഒരു പോയിന്റ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ട്രൂ ഓർ ഫോൾസ് ഒക്കെ ആയിട്ട് അത് ചോദിക്കാവുന്നതാണ്. പോളിയോ ഡസ് നോട്ട് ഓൾവേസ് കോസ് പാരാലിസിസ്. എല്ലാ പോളിയും എപ്പോഴും പാരാലിസിസ് ഉണ്ടാക്കാറില്ല. അത് ചിലവർ പ്രോപ്പറായിട്ട് ഇമ്മ്യൂൺ കോംപ്രമൈസ്ഡ് അല്ലാത്ത ആൾക്കാരാണ്, പ്രോപ്പറായിട്ട് നല്ല സ്ട്രോങ് ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ചെറിയ രീതിയിൽ മൈൽഡായ രീതിയിൽ വന്ന് അവർക്ക് ഇമ്മ്യൂണിറ്റി നൽകിയിട്ട് പോകുന്ന ഒരു അസുഖം കൂടിയാണ് പോളിയോ. 1 to 2% ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻഫെക്റ്റഡ് ഷോ പാരാലിസിസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അബൌട്ട് 1% ആൾക്കാരിലേക്ക് മാത്രമാണ് അതൊരു പാരാലിസിസ് എന്നുള്ളൊരു സീവിയർ സ്റ്റേജിലേക്ക് പോണത്. ദി എക്സ്റ്റെന്റ് ഓഫ് പാരാലിസിസ് ഡിപ്പെൻഡ് ഓൺ ഡാമേജ് ഡൺ ടു നെർവ് സെൽസ് ബൈ ദി വൈറസ്. അപ്പോൾ നമുക്ക് ഇപ്പം ലെപ്രസി ആയാലും അതെ, പാരാലിസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ആ വൈറസ് നെർവ്സിനെ ഡാമേജ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നെർവ്സിനെ ഡാമേജ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ആ ഇൻഡിവിജ്വലിനെ പാരാലിസിസ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് പോകുന്നത്. ലെപ്രസി അതുപോലെ തന്നെയാണ്, നെർവ് ഡാമേജ് എത്തുമ്പോഴാണ് പാരാലിസിലേക്ക് പോണത്. അതുപോലെ എത്രമാത്രം നെർവ്സിനെ ഡാമേജ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ആ പാരാലിസിസിന്റെ ഒരു സീവിയറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെർവ്സ് ഡാമേജിന് അനുസരിച്ചിട്ട് ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് പോളിയോമൈലിറ്റിസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് പോളിയോ
ഉണ്ടാക്കുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. അതൊരു ഹ്യൂമൻ എയിൽമെന്ററി ട്രാക്റ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ്. പല ഓർഗൻസിനെ എഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ പോളിയും എപ്പോഴും പാരാലിസിസ് മാത്രമല്ല ഉണ്ടാക്കുക. പാരാലിസിസ് ഏറ്റവും 1% മാത്രം കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് പാരാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ നെർവ്സിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് എത്രമാത്രം പാരാലിസിസ് ഉണ്ടാവും എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോളിയോമൈലിറ്റിസിന്റെ എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എപ്പിഡമോളജിക്കൽ ഫാക്ടറിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഏജന്റ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. പോളിയോമൈലിറ്റിസ് എന്നുള്ള ഒരു അസുഖം ഉണ്ടാക്കുന്നത് പോളിയോ വൈറസ് ആണ്. വൈറസ് ആണ് അതിന്റെ കോസറ്റീവ് ഏജന്റ്, പോളിയോ വൈറസ്. അത് എളുപ്പമായിട്ട് ആലോചിച്ച് വെക്കാൻ പറ്റും. പോളിയോമൈലിറ്റിസ് ഉണ്ടാക്കുന്നത് പോളിയോ വൈറസ് ആണ്. പോളിയോ വൈറസ് വിച്ച് ഈസ് ഓഫ് 3 സീറോടൈപ്സ്, ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അങ്ങനെ 3 സീറോടൈപ്പുകൾ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഈ വൈറസ് ഒറ്റ വൈറസ് അല്ല പോളിയോമൈലിറ്റിസ് ഉണ്ടാക്കുന്നത്. ഈ വൈറസിന്റെ തന്നെ 3 വകഭേദങ്ങളുണ്ട് ഈ അസുഖത്തിനെ എഫക്ട് ചെയ്യണത്. അതാണ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറയുന്നത്. അപ്പൊ 3 ടൈപ്പ് വൈറസ് ആണ് പോളിയോനെ മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണത്. അതിൽ ടൈപ്പ് 1 ആണ് ഏറ്റവും കൂടുതലായിട്ട് എപ്പിഡമിക് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മേജർ ആയിട്ടുള്ള എപ്പിഡമിക്സ് ഉണ്ടാക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ടൈപ്പ് 1 പോളിയോ വൈറസ് ആണ്. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോർമൽ ആയിട്ടൊരു ഡിസീസിനേക്കാളും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എപ്പിഡമിക് എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്പ് 1 പോളിയോ വൈറസ് ആണ് കൂടുതലായിട്ട് മേജർ ആയിട്ടുള്ള എപ്പിഡമിക് ഉണ്ടാക്കി കാണാറുള്ളത്. അതാണ് ഏജന്റിനെ കുറിച്ചിട്ട് പറയുന്നത്. നെക്സ്റ്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഒരു ഇൻഫെക്ഷസ് ഏജന്റ് ഒരു ഇൻഡിവിജ്വലിലേക്ക് എൻ്റർ ചെയ്യണത്, അതിനെ പറയുന്നതാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. എവിടെ നിന്നാണ് ഒരു ഇൻഫെക്ഷസ് ഏജന്റ് ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യണത്, അതാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ പോളിയോമൈലിറ്റിസിന്റെ കേസസിൽ ഫസ്റ്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീസസ് ആണ്. ഈ അസുഖം ബാധിച്ച ആളുടെ ഫീസസ് വഴി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അപ്പൊ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് ഒരു ഇൻഫെക്ഷസ് ഏജന്റ് ഒരു ഇൻഡിവിജ്വലിലേക്ക് എത്തണത്, അതിനെ പറയുന്നതാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു പോളിയോമൈലിറ്റിസിന്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീസസ് ആണ്. അങ്ങനെ പറഞ്ഞാൽ സ്റ്റൂളാണ്. ഒരു ഇൻഫെക്റ്റഡ് ആയിട്ട് ഒരു പോളിയോമൈലിറ്റിസ് ബാധിച്ചിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എക്സ്ക്രീറ്റയില് ഒരുപാട് പോളിയോ വൈറസിനെ എക്സ്ക്രീറ്റ് ചെയ്യും. ആ എക്സ്ക്രീറ്റ ഒരു ഫുഡിനെയോ അല്ലെങ്കിൽ വാട്ടറിനെ കണ്ടാമിനേറ്റ് ചെയ്യുമ്പോൾ അത് വേറൊരു ഇൻഡിവിജ്വലിലേക്ക് എത്തുമ്പോഴാണ് അയാൾക്ക് ഇൻഫെക്ഷൻസ് കിട്ടണത്, പോളിയോ എന്നുള്ള ഇൻഫെക്ഷൻ കിട്ടണത്. അപ്പൊ ഫീസസ് ആണ് ആദ്യത്തെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ആ ഫീസസ് വഴിയാണല്ലോ ഈ പോളിയോ വൈറസിനെ വേറൊരു ഇൻഡിവിജ്വലിലേക്ക് എത്തണത്. അപ്പോൾ ഫീസസ് ആണ് ആദ്യത്തെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ രണ്ടാമത്തെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ തന്നെ ഫാരഞ്ചൽ സെക്രീഷൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈ ഡിസീസ് തുടങ്ങണ അക്യൂട്ട് സ്റ്റേജിൽ, ഏറ്റവും ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിൽ നമ്മുടെ ത്രോട്ടില് ഫാരിങ്സില് ഈ പോളിയോ വൈറസിന്റെ സെക്രീഷൻസ് കാണാറുണ്ട്. അപ്പൊ ഒരു ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനും ചെറിയ രീതിയിൽ ഏറ്റവും അക്യൂട്ട് ആയിട്ടുള്ള ഇനീഷ്യൽ സ്റ്റേജിൽ പോളിയോയില് കാണാറുണ്ട്. അപ്പൊ 2 സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ് ഉള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് ഫീസസ്, പിന്നെ ഫാരഞ്ചൽ സെക്രീഷൻസ്. The virus is found in the feces of cases for few weeks and up to 3 months in young children. എബൌട്ട് വീക്സ് മുതൽ ഒരു 3 months വരെ കുട്ടികളിൽ അടക്കം ഈ ഫീസസിലെ ഈ പോളിയോ വൈറസ് എക്സ്ക്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് ആദ്യത്തെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. പിന്നെ ഫാരഞ്ചൽ സെക്രീഷൻ. ഡ്യൂറിംഗ് ദി ഫസ്റ്റ് 5 days ഓഫ് ഇൽനസ് ദി വൈറസ് ഈസ് ഫൗണ്ട് ഇൻ ദി സെക്രീഷൻസ് ഓഫ് ദി ത്രോട്ട്. എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ കിട്ടിയിട്ട് ആ പേഷ്യന്റിന് ആദ്യത്തെ 5 ദിവസങ്ങളിൽ ആ പേഷ്യന്റിന്റെ ത്രോട്ടില് ഈ പോളിയോ വൈറസിന്റെ പ്രസൻസ് കാണാറുണ്ട്. അപ്പോൾ അതും ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏജന്റ് ആണ്. ഏജന്റ് എന്ന് പറഞ്ഞാൽ പോളിയോ വൈറസ് ആണ്. അത് 3 ടൈപ്പ് ഉണ്ട്, ടൈപ്പ് 1, 2, 3. അതിൽ ടൈപ്പ് 1 ആണ് ഏറ്റവും കൂടുതൽ മേജർ ആയിട്ടുള്ള എപ്പിഡമിക്സ് ഉണ്ടാക്കാറ്. പിന്നെ നമ്മൾ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ് കണ്ടത്. മെയിൻ ആയിട്ടുള്ള സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫീസസ് ആണ്, പിന്നെ ഫാരഞ്ചൽ സെക്രീഷൻസും. നെക്സ്റ്റ് ഏജ്. The majority of cases of polio between 1 and 2 years are more commonly affected. അപ്പോൾ ഏറ്റവും കൂടുതൽ പോളിയോ കേസസ് കാണാറുള്ളത് ബിറ്റ്വീൻ 1 to 2 years ഓഫ് ഏജ് ആണ്. അത് എന്താന്ന് വെച്ചാൽ കൂടുതൽ കുട്ടികൾ ഈ ഏജ് ഗ്രൂപ്പിലൊക്കെ മണ്ണിലൊക്കെ കളിക്കും.
അപ്പോൾ ഈ മണ്ണിൽ ഇങ്ങനെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫീസസ് ഉള്ള മണ്ണ് വഴി ഈ കുട്ടികളുടെ നഖത്തില് അതുപോലെ അവരത് എങ്ങനെങ്കിലുമൊക്കെ അത് ഉള്ളിലേക്ക് എത്തും. അപ്പൊ ഏറ്റവും കൂടുതൽ പോളിയോ വൈറസ് എഫക്ട് ചെയ്യാൻ കണ്ടു വന്നിട്ടുള്ളത് കുട്ടികളിലാണ്, ഈ 1 to 2 years. അത് മെയിൻ ആയിട്ട് അവരുടെ ഈ പ്ലേയിങ് ഏരിയ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സോയിലൊക്കെ കളിക്കുകയാണെങ്കിൽ ഇതുപോലെ കണ്ടാമിനേഷൻ വേഗം അവരുടെ ഉള്ളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അതാണ് മെയിൻലി 1 to 2 years എന്ന് കൂടുതൽ പറയണത്. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ കണ്ടീഷൻ. Polio occurs with a high frequency in areas with overcrowding and poor sanitation. അപ്പൊ ഇതൊരു സാനിറ്ററി പ്രോബ്ലം ഉള്ള ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോളിയോ ട്രാൻസ്മിഷൻ നടക്കുക. കാരണം പ്രോപ്പറായിട്ട് സാനിറ്റേഷനും വൃത്തിയൊന്നും ഇല്ലെങ്കിൽ അതെന്താണ് വേഗം കണ്ടാമിനേഷൻ നടക്കും. ഫുഡ് ആയാലും അതെ വാട്ടർ ആയാലും അതെ വേഗം തന്നെ കണ്ടാമിനേറ്റഡ് ആവും. അപ്പൊ എൻവയോൺമെന്റൽ കണ്ടീഷൻ ഒരു മെയിൻ കീ റോള് തന്നെ പോളിയോയുടെ ട്രാൻസ്മിഷനെ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവർ ക്രൗഡിങ്ങും ഈ സ്ലമ്മിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ, ഇങ്ങനെ ഓവറായിട്ട് വീടുകളൊക്കെ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അവിടെ പ്രോപ്പറായിട്ടുള്ള എക്സ്ക്രീറ്റ ഡിസ്പോസലൊന്നും നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ വേഗം തന്നെ അത് വേറെ ആൾക്കാരിലേക്ക് അത് സ്പ്രെഡ് ആവും. അപ്പോൾ ഓവർ ക്രൗഡിങ്ങും പ്രോപ്പറായിട്ടുള്ള സാനിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും ട്രാൻസ്മിഷൻ ഓഫ് പോളിയോ വേഗം നടക്കും. അതാണ് എൻവയോൺമെന്റൽ കണ്ടീഷന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എൻവയോൺമെന്റൽ കണ്ടീഷൻ ഒരു കീ റോളാണ് പ്ലേ ചെയ്യണത്. പ്രോപ്പർ സാനിറ്റേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പോളിയോയുടെ ട്രാൻസ്മിഷൻ നമുക്ക് തടഞ്ഞു നിർത്താൻ. നെക്സ്റ്റ്, കേസസ് ആർ മോർ ലൈക്ലി ടു ഒക്കർ ഡ്യൂറിങ് റെയിനി സീസൺ, ജൂലൈ ടു സെപ്റ്റംബർ. അപ്പൊ ഏറ്റവും കൂടുതൽ പോളിയോ കേസസ് കാണാറുള്ളത് റെയിനി സീസണിലാണ്. കാരണം റെയിനി സീസണിൽ എന്താണ്, ഈ തോടകളൊക്കെ കവിഞ്ഞൊഴുകും, അതുപോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവും, അതുപോലെ ഫ്ലഡ് ഒക്കെ വരുമ്പോൾ എന്താണ് ഈ സെപ്റ്റിക് ടാങ്കും അതുപോലെ വെല്ലും ഒക്കെ ഒരേ ലെവലിലേക്ക് വരും. അപ്പൊ കണ്ടാമിനേഷൻ ചാൻസസ് കൂടുതലാണ്. അപ്പൊ റെയിനി സീസണിലാണ് ഈ വാട്ടർ ബോൺ ഡിസീസസ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുക. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ആയാലും നമ്മളിവിടെ കോമൺലി നമ്മൾ എല്ലാ ഏരിയയിലും കാണാറുള്ളതാണ് മഞ്ഞപ്പിത്തം. അതൊക്കെ നമ്മൾ റെയിനി സീസണിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അത് മെയിനായിട്ട് ഈ വെള്ളക്കെട്ട് കാരണം വരണ പ്രശ്നം കാരണമാണ് അത് പറയണത്. അപ്പോൾ പോളിയോ ഒരു വാട്ടർ ബോൺ ഡിസീസ് ആണ്. അത് കാരണം റെയിനി സീസണാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്മിഷൻ കണ്ടുവരാറുള്ളത്. നെക്സ്റ്റ്, പീരീഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി. ദി കേസസ് ആർ മോസ്റ്റ് ഇൻഫെക്ഷസ് 7 to 10 days ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഓൺസെറ്റ് ഓഫ് സിംറ്റം. അപ്പോൾ ഒരാൾക്ക് ഇൻഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളെ ഏകദേശം എത്ര ഡ്യൂറേഷനിൽ അത് വേറൊരാളിലേക്ക് ഇൻഫെക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, അതാണ് പീരീഡ് ഓഫ് ഇൻഫെക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് അബൌട്ട് 7 to 10 days ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി സിംറ്റംസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പോളിയോ ഒരാൾക്ക് എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ 7 to 10 days ബിഫോറും അതുപോലെ സിംറ്റം കാണിച്ചിട്ട് 7 to 10 days വരെയും ഒരാൾക്ക് വേറൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇമ്മ്യൂണിറ്റി. ദി അഡൾട്ട് പോപ്പുലേഷൻ ഈസ് ലാർജ്ലി ഇമ്മ്യൂൺ ബട്ട് ദി ഡിസീസ് ക്യാൻ അഫക്റ്റ് നോൺ ഇമ്മ്യൂൺ പേഴ്സൺസ്. ഓൾമോസ്റ്റ് അത്യാവശ്യത്തിന് ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരിൽ ഈ പോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൽഡായിട്ട് അഫക്റ്റ് ചെയ്തിട്ട് പോവാറുണ്ട്. അപ്പൊ അവർക്ക് ഇമ്മ്യൂണിറ്റി ഓൾറെഡി അങ്ങനെ ലഭിക്കും. നോൺ ഇമ്മ്യൂൺ പേഴ്സൺസിനെയാണ് കൂടുതലായിട്ട് ഇതിനെ സീവിയർ ആയിട്ടുള്ള എഫക്റ്റ് ചെയ്യണത്. അതാണ് ഈ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാരാലിസിസിലേക്കൊക്കെ പോവുക. അപ്പൊ നോൺ ഇമ്മ്യൂൺ പീപ്പിളിനാണ് ഈ പോളിയോന്റെ ഏറ്റവും സീവിയർ വേർഷൻ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക. Infants born of immune mothers are protected up to 6 months of age because of maternal antibodies. Thereafter, they become susceptible to the disease. ഒരു പുതിയൊരു ന്യൂ ബോൺ ബേബി ഉണ്ടാവുമ്പോൾ അബൌട്ട് 6 months ബ്രസ്റ്റ് ഫീഡിങ് വഴിയൊക്കെ കുട്ടിക്ക് മെറ്റേണൽ ആന്റിബോഡി ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ മെറ്റേണൽ ആന്റിബോഡി അബൌട്ട് 6 months വരെയാണ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ 6 months വരെ ഈ ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെയൊക്കെ IgA ആന്റിബോഡി ഒക്കെയാണ് കുട്ടിയിലേക്ക് ലഭിക്കുന്നത്. ഒരുപാട് ആന്റി ഇൻഫെക്റ്റീവ് പ്രോപ്പർട്ടി ബ്രസ്റ്റ് ഫീഡിങ്ങിലൂടെ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 6 months വരെ ഈ കുട്ടി കംപ്ലീറ്റ്ലി മെറ്റേണൽ ആന്റിബോഡി ആ കുട്ടീനെ പ്രൊട്ടക്ട് ചെയ്യും. 6 months കഴിഞ്ഞാലാണ് നമ്മൾ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ വീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴാണ് ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതൽ കുട്ടിക്ക് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ 6 months വരെ കുട്ടീനെ മെറ്റേണൽ ആന്റിബോഡി പ്രൊട്ടക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ കുട്ടിക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് സസെപ്റ്റബിൾ ആവുകയാണ് 6 monthsന് ശേഷം. നെക്സ്റ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയൊക്കെയാണ് പോളിയോമൈലിറ്റിസ് ട്രാൻസ്മിറ്റ് ആവണത്? ആദ്യം നമ്മൾ നേരത്തെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ പറഞ്ഞ പോലെ ഫീക്കൽ ഓറൽ റൂട്ട്.
ഈ ഫീസസ് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള വാട്ടറോ ഫുഡോ നമ്മൾ ഓറലി ഇൻടേക്ക് ചെയ്യുമ്പോഴാണ് വരാനുള്ള ചാൻസ്. അതാണ് ഫീക്കൽ ഓറൽ റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫീസസ് കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള ഫുഡോ വാട്ടറോ നമ്മൾ ഓറലി ഇൻടേക്ക് ചെയ്യുമ്പോൾ ആണ് നമുക്ക് വൈറസ് നമ്മുടെ ഉള്ളിലേക്ക് കയറുക. അതാണ് ആദ്യത്തെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഫീക്കൽ ഓറൽ റൂട്ട്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ് ഓർ ഫ്ലൈസ്. അപ്പോൾ ഈ ഫീസസ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു ഓപ്പൺ ഡെഫിക്കേഷൻ ആണ് നടന്നിട്ടുള്ളത്, ഒരു പോളിയോ പേഷ്യന്റ് ഓപ്പൺ ഡെഫിക്കേഷൻ ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഫീസസ് അവിടെ എക്സ്ക്രീറ്റ് കറക്റ്റ് ആയിട്ട് അവിടെ ഡിസ്പോസ് ചെയ്യണില്ലല്ലോ. അപ്പൊ അവിടെ ഒരു ഫ്ലൈ വന്നിട്ടിരിക്കുക, ആ ഫ്ലൈ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫുഡിന്റെ മേലെ വന്നിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിനെ കണ്ടാമിനേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയ പോലും ഇല്ല. അത് ഫുഡ് നമ്മൾ കഴിക്കും, വാട്ടർ നമ്മൾ കുടിക്കും. അങ്ങനെയാണ് ഫീക്കൽ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതാണ് ഏറ്റവും കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും അക്യൂട്ട് ഫേസിൽ ഇനീഷ്യൽ ടൈമിൽ ഒരു 5 days വരെ പോളിയോ വൈറസ് എന്താണ് ത്രോട്ടിൽ കാണാറുണ്ട്. അപ്പോൾ ആ ത്രോട്ടിൽ കാണുന്ന പീരീഡ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ആ ത്രോട്ടിൽ കാണുന്ന പീരീഡ് ആ പേഷ്യന്റ് ഒന്ന് പ്രോപ്പറായിട്ട് കവർ ചെയ്യാതെ കഫ് ചെയ്യോ അതുപോലെ ഉറക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡ്രോപ്ലെറ്റ്സ് വഴിയും വേറൊരാളിലേക്ക് ആ വൈറസ് എത്താം. അതാണ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ മെയിൻലി 2 മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് ഉള്ളത്, ഫീക്കൽ ഓറൽ റൂട്ടും ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനും. നെക്സ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ്. അപ്പൊ എല്ലാവർക്കും അറിയണ്ടാവും ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസില് മിക്കവാറുള്ള എന്താണ് എല്ലാ ഡിസീസസിനും നമുക്ക് ഇൻക്യുബേഷൻ പീരീഡ് പഠിക്കാനുണ്ട്. അപ്പൊ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസീസ് ഏജന്റ് ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് ആദ്യത്തെ ആ ഡിസീസിന്റെ സിംറ്റം കാണിക്കുന്നത്, ആ ഡ്യൂറേഷൻ കയറിയിട്ട് എന്നാണ് ആദ്യം സിംറ്റം കാണിച്ചത്, ആ ഒരു ഡ്യൂറേഷനെ പറയുന്നതാണ് ഇൻക്യുബേഷൻ പീരീഡ്. ആ ഇൻക്യുബേഷൻ പീരീഡ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്യുബേഷൻ പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എത്ര ക്വാറന്റൈൻ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് നമുക്ക് ഇൻക്യുബേഷൻ പീരീഡ് പഠിക്കാണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം. അപ്പൊ പോളിയോയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 7 to 21 days ആണ്, അല്ലെങ്കിൽ 3 to 35, ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. 7 to 21 days. അപ്പോൾ 1 week കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എന്താണ് പോളിയോ വൈറസ് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സിംറ്റം കാണിച്ചു തുടങ്ങുക. അങ്ങനെ ആലോചിച്ച് വെക്കുക. അതാണ് ഇൻക്യുബേഷൻ പീരീഡ്. നെക്സ്റ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പോളിയോ എങ്ങനെയാണ്, ഏത് പ്രൊപ്പോർഷനെ ആണ് എല്ലാവരെയും എഫക്ട് ചെയ്യണത് എന്നാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ പറയുന്നത്. 90% കേസസ് ആർ അസിംറ്റമാറ്റിക്. അത് 90% ആൾക്കാരിലെ ഒരു സിംറ്റം കാണിക്കാതെ തന്നയ്ക്ക് മൈൽഡായിട്ട് വന്ന് ആൾക്കാരെ ഇമ്മ്യൂൺ ആക്കിയിട്ട് പോവും പോളിയോ വൈറസ്. എന്നാൽ 8% മൈൽഡ് ഇൽനെസ് കാണിക്കും, മൈൽഡ് ആയിട്ടുള്ള ഫീവർ, ബോഡി പെയിൻ ഒക്കെ കാണിക്കും. 1% ആൾക്കാരിലെ സീവിയർലി എഫക്ട് ചെയ്തിട്ട് പാരാലിസിസിലേക്ക് എത്തിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ. ഓൾമോസ്റ്റ് 90% ആൾക്കാരിലെ സിംറ്റം ഒന്നുമില്ലാതെ അവര് പോലും അറിയാതെ അവരെ എഫക്ട് ചെയ്തിട്ട് അവരെ ഇമ്മ്യൂൺ ആക്കിയിട്ട് പോളിയോ വൈറസ് പോവും. 8% ആൾക്കാരിൽ മൈൽഡ് ആയിട്ടുള്ള ഒരു ഇൽനെസ് കാണിക്കും. 1% ആൾക്കാരിൽ പാരാലിസിസ് പോലുള്ള സീവിയർ ആയിട്ടുള്ള സിംറ്റംസിലേക്ക് ലീഡ് ചെയ്യും. ഈ ഒരു പ്രൊപ്പോർഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. നിങ്ങൾ പോളിയോമൈലിറ്റിസിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തായാലും എഴുതണം. നെക്സ്റ്റ് നമ്മൾ സിംറ്റം ആണ് നോക്കണത്. അപ്പോൾ സിംറ്റംസ് ഫീവർ, ഡയേറിയ, ഹെഡ് ഏക്ക്, വോമിറ്റിംഗ്, ഡ്രൗസിനെസ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇനീഷ്യൽ ആയിട്ട് കാണാറുള്ള സിംറ്റം. ദി വാർണിംഗ് സിഗ്നൽസ് ആർ പെയിൻ, വീക്ക്നെസ്, സ്റ്റിഫ്നെസ് ഓഫ് നെക്ക് ആൻഡ് ബെയിൻ, ബാക്ക്. ഇതൊക്കെയാണ് വാർണിംഗ് സിഗ്നൽ. ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള പെയിൻ, ബോഡി പെയിന്, അതുപോലെ നമ്മുടെ മസിൽസ് ഒക്കെ വീക്ക് ആവുന്ന ഒരു കണ്ടീഷൻ, അതുപോലെ നെക്ക് സ്റ്റിഫ്നെസ്, ഇതൊക്കെയാണ് വാർണിംഗ് സൈൻ ആയിട്ട് പറയണത്. അപ്പൊ സിംറ്റംസും ആലോചിച്ച് വെക്കണം. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ പോളിയോമൈലിറ്റിസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോളിയോ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മൾ ഫീസസ്, ഒരു ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന്റെ ഫീസസ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ അതുവഴി കണ്ടാമിനേഷൻ വഴിയാണ് പോളിയോ വേറൊരു ഇൻഡിവിജ്വലിലേക്ക് എത്തുക. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്?
പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഫീസസ് ഡിസ്പോസൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സാനിറ്ററി ലാട്രിൻസ് യൂസ് ചെയ്യണം, സാനിറ്ററി ലാട്രിൻ പ്രൊമോട്ട് ചെയ്യണം. അതുപോലെ ഓപ്പൺ ഡെഫിക്കേഷൻ അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ ഇന്ത്യയൊക്കെ ഓപ്പൺ ഡെഫിക്കേഷൻ ഏകദേശം ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓപ്പൺ ഡെഫിക്കേഷനെ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ ബോയിൽ ചെയ്തിട്ടുള്ള വാട്ടർ മാത്രമാണ് കുടിക്കാൻ പാടുള്ളൂ. ഫുഡൊക്കെ ആണെങ്കിൽ ഹോട്ട് ഫുഡ് കഴിക്കാൻ നോക്കണം. പിന്നെന്താണ് ചെയ്യാൻ പറ്റുക, നമ്മുടെ വെല്ലൊക്കെ ആണെങ്കിൽ വെല്ലും നമ്മുടെ സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പൊ കേരള റൂള് പ്രകാരം 7.5 meters ആണ് പറയണത് വെല്ലും അതുപോലെ സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതുപോലെ ബോയിൽ ചെയ്യുക, വെള്ളം ബോയിൽ ചെയ്തിട്ട് മാത്രം കുടിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ ക്ലോറിനേഷൻ ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് പ്രിവെന്റീവ് മെഷേഴ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ. Immunization is an effective means of preventing poliomyelitis. Both killed and live attenuated vaccines are available and both are safe and effective when used correctly. നമുക്ക് നമ്മുടെ NIS ഷെഡ്യൂളിലെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലെ ലൈവ് വാക്സിൻ ആയിട്ടുള്ള OPVയും കിൽഡ് വാക്സിൻ ആയിട്ടുള്ള IPVയും അവൈലബിൾ ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർ, പ്രിവെന്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ. It is essential to immunize all infants by 6 months of age to protect them against polio. About 6 മന്തോളം ആവണ ആ ടൈം പീരീഡോട് എല്ലാം പോളിയോ വാക്സിൻസും കുട്ടികളിലേക്ക് ഫുള്ളായിട്ട് കവറേജ് കറക്റ്റ് ഇന്റർവെല്ലിൽ എത്തിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രിവെന്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ. 2 types of vaccines are used. നമ്മൾ ഇന്ത്യയിലെ 2 ടൈപ്പ് പോളിയോ വാക്സിൻസ് ആണ് കോമൺലി യൂസ് ചെയ്യണത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നിങ്ങൾ ഇപ്പൊ തന്നെ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. ലൈവ് വാക്സിൻ ആണെങ്കിൽ നമ്മൾ ലൈവ് വാക്സിനെ പറയണതാണ് സാബിൻ. ലൈവ് വാക്സിൻ ആണ് OPV, ഓറൽ പോളിയോ വാക്സിൻ. നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഓറലി കൊടുക്കണ എല്ലാ വാക്സിനും ലൈവ് ആണ്. ഇപ്പൊ റോട്ട വൈറസ് വാക്സിൻ ആണ് നമ്മൾ വേറെ ഒന്ന് ഓറലി കൊടുക്കാറ്, അതും ലൈവ് വാക്സിൻ തന്നെയാണ്. റോട്ട വൈറസ് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്, ഡയേറിയ, സീവിയർ ഡയേറിയ, കുട്ടികളിൽ ഉണ്ടാകുന്ന സീവിയർ ഡയേറിയ പ്രിവെന്റ് ചെയ്യാനാണ് റോട്ട വൈറസ് വാക്സിൻ കൊടുക്കുന്നത്. അപ്പൊ ഈ OPV എന്നുള്ളത് ലൈവ് വാക്സിൻ ആണ്, അത് നമ്മൾ ഓറലി ആണ് കൊടുക്കാറ്. പിന്നെ OPVയുടെ വേറെ പേരാണ് സാബിൻ. പിന്നെ കിൽഡ് വാക്സിനും ഉണ്ട്, അതാണ് IPV. അത് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ FIPV, ഫ്രാക്ഷണൽ IPV, ഇൻആക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിന്റെ വേറെ പേരാണ് സാൾക്ക്. IPV സാൾക്കിന്റെ എല്ല് ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. IPVയുടെ വേറെ പേരാണ് സാൾക്ക്, OPVയുടെ വേറെ പേരാണ് സാബിൻ. അത് കൺഫ്യൂസ് ആവരുത്. OPV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവും, IPV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിൽഡ് വാക്സിൻ ആണ്. ഇനി നമുക്ക് വാക്സിൻസിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് വാക്സിൻ ആണ് ഓറൽ പോളിയോ വാക്സിൻ അല്ലെങ്കിൽ സാബിൻ. ഓറൽ പോളിയോ വാക്സിൻ സാബിൻ, അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ പഠിക്കണം. ഓറൽ പോളിയോ വാക്സിന്റെ വേറെ പേരാണ് സാബിൻ. ദി വാക്സിൻ വൈഡ്ലി യൂസ്ഡ് ഈസ് ഓറൽ പോളിയോ വാക്സിൻ. അപ്പൊ നമ്മൾ NIS ഷെഡ്യൂളിൽ OPV ഉണ്ട്, IPV ഉണ്ട്. അപ്പോൾ OPV നമ്മൾ ബർത്ത് ഡോസ്, ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബർത്ത് ടൈമിൽ തന്നെ കൊടുക്കണ വാക്സിൻസ് ആണ് OPV, ഹെപ്പറ്റൈറ്റിസ് B, BCG. ഈ 3 വാക്സിനാണ് നമ്മൾ ബർത്ത് ഡോസ് ആയിട്ട് കുട്ടികളിലേക്ക്, ന്യൂബോൺ ബേബീസിന് അപ്പം തന്നെ കൊടുക്കുക. അപ്പൊ അതിലുള്ളതാണ് നമ്മുടെ ഓറൽ പോളിയോ വാക്സിൻ. ഇറ്റ് ഈസ് ഗിവൺ ഓറലി ഇൻ 3 doses അറ്റ് മന്ത്ലി ഇന്റർവൽ സ്റ്റാർട്ടിങ് വെൻ ദി ചൈൽഡ് ഈസ് 6 weeks ഓഫ് ഏജ്. പിന്നെ ബർത്ത് ഡോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 3 doses ഓഫ് OPV ആണ് ഒരു കുട്ടിക്ക് കൊടുക്കുക, സ്റ്റാർട്ടിങ് ഫ്രം ദി 6th week. 6 week മുതലേ ആണ് പിന്നെ OPV ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ വരണത്. അതാണ് 3 ഡോസ് എന്ന് പറയണത്. നമ്മൾ ബർത്ത് ഡോസ് കൗണ്ട് ചെയ്യാതെയാണ് ഈ 3 ഡോസ് പറയണത്. ഇറ്റ് ഈസ് ഓൾസോ അഡ്മിനിസ്റ്റേർഡ് സൂൺ ആഫ്റ്റർ ബർത്ത് ഇൻ കേസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി. അപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിക്ക് OPV 0 ഡോസ് കൊടുക്കും. 1 booster dose is given at 16 to 24 months along with DPT. കുട്ടിക്ക് 60 to 24 month ആയിട്ടുണ്ടെങ്കിൽ DPT ബൂസ്റ്ററിന്റെ ഒപ്പം എന്താണ് നമ്മൾ OPV ബൂസ്റ്റർ കൂടിയും കൊടുക്കാറുണ്ട്.
അപ്പോൾ 60 to 24 മന്തിൽ DPT വാക്സിൻ്റെ ഒപ്പം OPV ബൂസ്റ്ററും കൂടി നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് NIS ഷെഡ്യൂൾ പ്രകാരമാണ് നമ്മൾ പറയണത്. പിന്നെ BCG ഇസ് ഗിവൺ വിത്ത് ദി ഫസ്റ്റ് ഡോസ് ഓഫ് OPV. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബർത്ത് ഡോസിൽ BCGയുടെ ഒപ്പമാണ് OPVയും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും കൊടുക്കുക. അപ്പോൾ ബർത്ത് ഡോസിൽ 3 വാക്സിൻസ് ആണ് നമ്മളൊരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എത്രയും പെട്ടെന്ന് കൊടുക്കുക. അതാണ് BCG, OPV, ഹെപ്പറ്റൈറ്റിസ് ബി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6th വീക്ക് മുതലാണ് നമ്മൾ OPV കൊടുത്തു തുടങ്ങുന്നത്. പിന്നെ 60 to 24 മന്തിൽ OPVയുടെ ഒരു ബൂസ്റ്ററും കൂടിയും കൊടുക്കും. അപ്പോൾ അതാണ് ഓറൽ പോളിയോ വാക്സിൻ അല്ലെങ്കിൽ സാബിൻ. To ensure full protection, a dose of OPV given to child with diarrhea should not be counted as a part of series, and the child should receive another dose at the first available opportunity. അപ്പോൾ ഇപ്പോൾ OPV കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഡയേറിയ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ഒരു ഫസ്റ്റ് ഡോസ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സ്റ്റൂള് വഴി ആ വൈറസ് എക്സ്ക്രീറ്റ് ചെയ്ത് പോവാം. അപ്പൊ ആ കുട്ടിക്ക് ആ എഫക്റ്റ് കിട്ടാതെ ആവാം. അത് കാരണം ഡയേറിയ ഇല്ലാത്ത സമയത്ത് വേണം ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ OPV എന്ന് പറഞ്ഞാൽ ലൈവ് വാക്സിൻ ആണ്. ലൈവ് വാക്സിൻ ആർ നോട്ട് ഗിവൺ ടു ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസ്. ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആൾക്കാർക്ക് ഒരിക്കലും നമ്മൾ ലൈവ് ആയിട്ടുള്ള ഒരു വാക്സിൻസും, OPV മാത്രമല്ല ലൈവ് ആയിട്ടുള്ള ഒരു വാക്സിനും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. കാരണം അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായ കാരണം നമ്മൾ ലൈവ് ആയിട്ടുള്ള ഒരു വാക്സിൻ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മൾ കൊടുത്ത വാക്സിന്റെ അസുഖം വരാനുള്ള ചാൻസ് ഓൾമോസ്റ്റ് കൂടുതലാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ലൈവ് ആയിട്ടുള്ള ഒരു വാക്സിനും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസിനെയും കൊടുക്കാൻ പാടില്ല. അപ്പോൾ സിമിലർലി ലൈവ് നമ്മുടെ OPV ലൈവാണ്. അത് കാരണം ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് OPV ഒരിക്കലും കൊടുക്കാൻ പാടില്ല. IPV ഇസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു OPV ഫോർ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ OPV ലൈവ് ആയ കാരണം ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് IPV. IPV നമുക്ക് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് കൊടുക്കാൻ കാരണം IPV ഇസ് എ കിൽഡ് വാക്സിൻ. ഓക്കെ. ഹോട്ട് മിൽക്ക് ആൻഡ് ഹോട്ട് ഫ്ലൂയിഡ് ഷുഡ് നോട്ട് ബി ഗിവൺ ഫോർ അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ ആഫ്റ്റർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി വാക്സിൻ. അപ്പൊ ഈ OPV ആയിട്ടുള്ള ലൈവ് വാക്സിൻ ആയിട്ടുള്ള OPV നമ്മൾ ഓറലി ആണ് കൊടുക്കുക. അപ്പൊ ഈ OPV കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ആൻ അവറിന്റെ ഉള്ളില് ഹോട്ടായിട്ടുള്ള മിൽക്കോ അതുപോലെ ഹോട്ട് ഫ്ലൂയിഡ്സോ കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ കൊടുത്തിട്ടുള്ള വൈറസിനെ ആ ഹോട്ട് എഫക്റ്റ് അത് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ഹാഫ് ആൻ അവർ വരെ നമ്മൾ ഹോട്ടായിട്ടുള്ള ഫ്ലൂയിഡ്സ് ഒന്നും കുട്ടിക്ക് OPV അഡ്മിനിസ്റ്റർ ചെയ്താൽ കൊടുക്കാൻ പാടില്ല. OPVയുടെ കേസാണ് നമ്മളിപ്പോൾ പറയണത്. ബ്രസ്റ്റ് മിൽക്ക് ക്യാൻ ബി ഗിവൺ വെദർ ദി ചൈൽഡ് ഈസ് ഹംഗ്രി. ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് കോൺട്രാൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രസ്റ്റ് മിൽക്ക് കുട്ടിക്ക് അതുപോലെ തന്നെ ഫീഡ് ചെയ്യാം. പക്ഷെ ഹോട്ട് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഒരു ഹാഫ് ആൻ അവർ വരെ നമ്മൾ ഹോൾട്ട് ചെയ്യണം. അത് നമ്മൾ കൊടുത്തിട്ടുള്ള OPVയുടെ വൈറസ് ഡിസ്ട്രോയ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഫുൾ ആയിട്ടുള്ള എഫക്റ്റ് കുട്ടിക്ക് എത്തണം എന്നുള്ളൊരു മെഷർ ആയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് OPV ആണ് നോക്കുന്നത്. As it is given orally, it is easy to administer and does not require the use of highly trained personnel. ഇപ്പൊ OPV നമ്മൾ ഓറലി കൊടുക്കണം. കാരണം ഓറലി 2 drops ആണ് OPV കൊടുക്കുക. അത് കാരണം വെൽ ട്രെയിൻഡും സ്കിൽഡ് ആയിട്ടുള്ള ഒരു നേഴ്സിന്റെ ഒരു ആവശ്യമില്ല. പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഏതൊരു ഇൻഡിവിജ്വലിനെയും OPV ഒരു കുട്ടിക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പൊ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഒക്കെ സമയത്ത് നഴ്സുമാർ മാത്രമല്ല കുട്ടികൾക്ക് വായിലെ ഈ OPV ഒറ്റിച്ച് നൽകുക. പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും OPV പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും OPV ഒരു കുട്ടിക്ക് ഓറലി നൽകാം. നഴ്സുമാർ തന്നെ കറക്റ്റ് വെയിനും ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇറ്റ് ഇൻഡ്യൂസസ് ബോത്ത് ഹ്യൂമറൽ ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ഇമ്മ്യൂണിറ്റി. ഈ ഒരു വാക്സിൻ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് എന്തിനാണ്? ആ ഡിസീസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ, ആന്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ഈ OPV ആയിട്ടുള്ള ലൈവ് വാക്സിൻ നമ്മൾ കൊടുക്കുമ്പോൾ ഈ വാക്സിൻ പോകുന്ന ഈ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിന് അടക്കം ലോക്കൽ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റിയും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫുൾ ബോഡി ആയിട്ടുള്ള ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 അഡ്വാൻറ്റേജസ് ഉണ്ട്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും അതുപോലെ ഈ വാക്സിൻ വായിൽ ഒറ്റിച്ച് നൽകുമ്പോൾ ഈ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് വഴിയാണല്ലോ അത് സ്റ്റൊമക്കിലേക്ക് എത്തുക. അപ്പൊ ഒരു ലോക്കൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും OPVയിലൂടെ ലഭിക്കുന്നുണ്ട്. അത് അപ്പൊ ഒരു ബൂസ്റ്റർ 2 ടൈപ്പ് ഇമ്മ്യൂണിറ്റീസ് OPVക്ക് നൽകാൻ പറ്റുന്നുണ്ട്.
Antibodies quickly produced in large proportion of vaccine, even a single dose elicited substantial immunity. OPV ലൈവ് ആയതുകൊണ്ട് ഒരു സിംഗിൾ ഡോസ് കൊടുക്കുമ്പോൾ തന്നെ ആന്റിബോഡി ഇമ്മീഡിയറ്റ് ആയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ കിൽഡ് ആയിട്ടുള്ള വാക്സിൻസ് കൊടുക്കുകയാണെങ്കിൽ സിംഗിൾ ഡോസിന് ഒരുപാട് ആന്റിബോഡീസ് ഉണ്ടാക്കാൻ പറ്റില്ല, മൾട്ടിപ്പിൾ ഡോസസ് വേണ്ടി വരും. അപ്പോൾ അതാണ് ലൈവ് ആയിട്ടുള്ള വാക്സിൻസിന്റെ അഡ്വാൻറ്റേജ്. ലൈവ് വാക്സിൻസ് നമ്മൾ ലൈവ് അറ്റുനേറ്റഡ് ആയിട്ട് കൊടുക്കണ കാരണം ഒരുപാട് ആന്റിബോഡീസ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. The vaccine excrete the virus and so infect other who are also immunized. ഈ വാക്സിൻ ഇതൊരു അഡ്വാൻറ്റേജും ആണ്, എന്നാൽ ഒരു ഡിസഡ്വാൻറ്റേജും ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ വാക്സിൻ ഓറൽ പോളിയോ വാക്സിൻ ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതും ഇൻ അഡീഷൻ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതിന് പകരം അതും ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും. അതുപോലെ ആ കുട്ടിയുടെ എക്സ്ക്രീറ്റ് വഴിയും ഈ ഓറൽ പോളിയോ വാക്സിൻ എക്സ്ക്രീറ്റ് ചെയ്തിട്ട് അത് വേറെ ഇമ്മ്യൂണൈസ്ഡ് അല്ലാത്തൊരു ഇൻഡിവിജ്വലിലേക്കും ഇമ്മ്യൂണിറ്റി ലഭിക്കും എന്നാണ് പറയണത്. ഇങ്ങനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയണത്. കറക്റ്റായിട്ട് അതിനെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് വാക്സിൻ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ ആ കണ്ടൻസും ആ എക്സ്ക്രീറ്റയുടെ ഒപ്പം OPVയുടെ കണ്ടൻസും എക്സ്ക്രീറ്റ് ചെയ്യുന്നു. അതുപോലെ അൺഇമ്മ്യൂണൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് ആ രീതിയിലും ഇമ്മ്യൂണിറ്റി കിട്ടുന്നുണ്ട് എന്നാണ് പറയണത്. യൂഷ്വലി യൂസ്ഫുൾ ഇൻ കൺട്രോളിങ് എപ്പിഡമിക്സ്. ഒരു എപ്പിഡമിക് വരുമ്പോൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഹൈ റിസ്ക് ആണ്. പ്രത്യേകിച്ച് IPV പോലത്തെ ഇഞ്ചെക്ഷൻസ്. IPV പോലത്തെ ഇഞ്ചെക്ഷൻസ് ഒരിക്കലും നമുക്ക് ഒരു എപ്പിഡമിക് ഒരു ഏരിയയിൽ ഒരുപാട് കേസസ് വരുമ്പോൾ എല്ലാവർക്കും നമ്മൾ വാക്സിൻസ് കൊടുക്കുമല്ലോ, ആ കേസസ് ആ ഏരിയയിൽ എല്ലാവരെയും അഫക്ട് ചെയ്യാതിരിക്കാൻ. ഇപ്പൊ കോവിഡ് ഒക്കെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് എല്ലാവർക്കും വാക്സിൻസ് കൊടുത്തുല്ലോ. അപ്പൊ ഒരു ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആയിട്ടുള്ള IPV കൊടുക്കല് ആ സമയത്ത് റിസ്ക് ആണ്. അപ്പോൾ ആ റിസ്ക് ഉള്ള സമയത്ത് നമ്മൾ OPV ആയിട്ടുള്ള ഓറൽ വാക്സിൻസ് ആണ് യൂസ് ചെയ്യുക. എപ്പിഡമിക്സിന്റെ സമയത്ത് നമ്മൾ OPV ആണ് യൂസ് ചെയ്യണത്. റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ്. IPVനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ OPV എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടിയും ഇൻഎക്സ്പെൻസീവ്. അങ്ങനെ പറഞ്ഞാൽ IPVനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ OPV കുറച്ചും കൂടി ചീപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് OPV. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പോളിയോ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ഏരിയ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് IPV ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ OPV നോക്കി, നെക്സ്റ്റ് IPV. IPVയുടെ വേറെ പേരാണ് സാൾക്ക്. In April 2016, India introduced a fractional dose of IPV into routine immunization program. 2016 ഇന്ത്യ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലെ ഫ്രാക്ഷണൽ IPV ഇൻട്രൊഡ്യൂസ് ചെയ്യണത്. ഈ ഫ്രാക്ഷണൽ IPV OPVയുടെ ഒപ്പം തന്നെ നമ്മൾ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് 6th വീക്കിലും അതുപോലെ 14th വീക്കിലുമാണ് ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നത്. ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ the 2 fractional doses are given 6th and 14th week of age. 0.1 ml intradermal injection. ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മൾ BCG പോലെ ഇൻട്രാഡെർമൽ ആയിട്ടാണ് എന്ത് IPV കൊടുക്കുന്നത്. അതും 6th വീക്കിലും 14th വീക്കിലാണ് ഫ്രാക്ഷണൽ IPV കൊടുക്കുന്നത്. 0.1 ml ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ. BCGയുടെ പോലെ ഇൻട്രാഡെർമൽ, സ്കിന്നിന്റെ മേലെ സ്കാർ ഉണ്ടാക്കാറുണ്ട് BCG, അതുപോലെ ഇൻട്രാഡെർമൽ ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ഫ്രാക്ഷണൽ IPV. IPV is a killed vaccine. It is also known as SALK. Even a single case is treated as an outbreak and preventive measures are initiated within 42 hours of notification of the case. അങ്ങനെ പറഞ്ഞാൽ ഒരു പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്യാണ് ഒരു ഏരിയയിൽ. ഒരു പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്താലും അതിനെ ഒരു ഔട്ട്ബ്രേക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം അത്രയ്ക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാനിറ്റേഷൻ പ്രോബ്ലം ഏറ്റവും പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു അസുഖം ആയതുകൊണ്ട് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അതിനൊരു ഔട്ട്ബ്രേക്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. വിത്തിൻ 48 hours അത് എല്ലാം നാഷണൽ ലെവലിൽ ഇന്റർനാഷണൽ ലെവലിലും അത് റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സിംഗിൾ കേസ് ഓഫ് പോളിയോ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അതിന് ഔട്ട്ബ്രേക്ക് കണ്ടീഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു സിംഗിൾ കേസ് ആയാലും ഔട്ട്ബ്രേക്ക് ആയിട്ടാണ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുക. വിത്തിൻ 48 hours അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഹയർ അതോറിറ്റീസിനെ അറിയിക്കണം.
നെക്സ്റ്റ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആണ്. അപ്പൊ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മൾ എല്ലാ വർഷവും നമ്മൾ കൊല്ലത്തിൽ 2 ദിവസങ്ങളായിട്ട് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടത്താറുണ്ട്. ഓറൽ പോളിയോ വാക്സിൻസ് കുട്ടികൾക്ക് ബസ് സ്റ്റാൻഡുകൾ, ആൾക്കാർ എത്തുന്ന എല്ലാ ഏരിയാസിലും, അതുപോലെ പോളിയോ ബൂത്തുകൾ വഴിയും നമ്മൾ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടത്തുന്നത്. Government of India conducted the first round of pulse polio immunization consisting of 2 national immunization days about 6 weeks apart on 9th December 1995 and 20th January 1996. Government of India first round of pulse polio immunization നടത്തിയിട്ടുള്ളത് 6 week ഗ്യാപ്പിൽ 2 റൗണ്ടാണ് നടത്തിയിട്ടുള്ളത്. 9th December 1995 ആദ്യമായിട്ട് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യണത് 9th December 1995 പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് റൗണ്ട് കിട്ടാത്ത കുട്ടികളിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളൊരു രീതിയിൽ 1996 ഒരു സെക്കൻഡ് റൗണ്ട് എന്നുള്ള രീതിയിൽ എത്തിച്ചു. അപ്പൊ ആദ്യം ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നത് 3 years വരെയുള്ള കുട്ടികളിലേക്ക് എല്ലാവർക്കും പോളിയോ വാക്സിൻ എത്തിക്കുക എന്നതായിരുന്നു ആദ്യത്തെ എയിം. പിന്നെ അത് 5 വയസ്സ് വരെയുള്ള കുട്ടികളിലേക്ക് റേസ് ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് 5 വയസ്സ് പ്രായം വരെയുള്ള എല്ലാ കുട്ടികളും പോളിയോ വാക്സിൻ എടുത്തവരാണോ തലേദിവസം എടുത്തവരാണെങ്കിൽ അടക്കം അവരുടെ NIS ഷെഡ്യൂളിനെ ഒന്നും നമ്മൾ നോക്കാതെ 5 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേന്റെ അന്ന് OPV വാക്സിൻ കൊടുത്തിരിക്കണം. അതൊരു എക്സ്ട്രാ ഡോസ് ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. ആ കുട്ടിക്ക് NIS-ലൂടെ പ്രൊട്ടക്ഷൻ വാക്സിൻ നൽകുന്നുണ്ട്. അതുകൂടാതെ ഒരു എക്സ്ട്രാ ഡോസ് ഓഫ് പ്രൊട്ടക്ഷൻ നൽകണ ഒരു ഡേ ആണ് ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. ആ കുട്ടിയുടെ NIS ഷെഡ്യൂൾ പ്രകാരം തലേദിവസം വാക്സിൻ എടുത്ത കുട്ടിയാണെങ്കിൽ അടക്കം പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേന്റെ അന്ന് വാക്സിൻ എടുത്തിരിക്കണം, OPV ഡോസ് എടുത്തിരിക്കണം. Pulse polio immunization conducted targeted all children under 3 years of age irrespective of their immunization status. ഇപ്പൊ മുന്നേ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നത് 3 years വരെയുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു. ഇപ്പൊ അത് 5 years വരെയുള്ള കുട്ടികളിലേക്ക് റേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ 5 years വരെയുള്ള എല്ലാ കുട്ടികളും irrespective of their national immunization schedule should take pulse polio immunization. ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ദിവസം എല്ലാ ഇയറും നമ്മൾ പൾസ് പോളിയോ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ആ ദിവസം NIS ഷെഡ്യൂളിന്റെ ഇപ്പൊ കുട്ടി തലേന്ന് NIS ഷെഡ്യൂൾ പ്രകാരം OPV എടുത്തതാണെങ്കിലും ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേന്റെ അന്ന് OPV റിസീവ് ചെയ്തിരിക്കണം ഓറലി, അപ് ടു 5 years ഓഫ് ഏജ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും. ഇതൊരു എക്സ്ട്രാ ഡോസ് ആണ്. NIS ഷെഡ്യൂള് നമ്മൾ കൊടുക്കണതിന്റെ കൂടെ ഇതൊരു എക്സ്ട്രാ സപ്ലിമെന്റ് ഡോസ് ആയിട്ടാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേ വഴി കുട്ടികളിലേക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആർ ഓറൽ പോളിയോ വാക്സിൻ ഗിവൺ ടു ഓൾ ചിൽഡ്രൻ 0 to 5 years ഓഫ് ഏജ് ഇൻ ദി കൺട്രി ഓൺ എ സിംഗിൾ ഡേ റിഗാർഡ്ലെസ് ഓഫ് പ്രീവിയസ് ഇമ്മ്യൂണൈസേഷൻ. എല്ലായിടത്തും ഒറ്റ സിംഗിൾ ഡേയിലാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേ നടക്കുക. അപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ ഒരു ഇയറിൽ ഒരു ദിവസം നമ്മൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അന്ന് എല്ലാവരും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് അപ് ടു 5 years ഓഫ് ഏജ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും OPV റിസീവ് ചെയ്യണം. Pulse polio immunization occurs 2 rounds 4 to 6 weeks apart during low transmission season of polio between November to February. നവംബർ ടു ഫെബ്രുവരി പോളിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് കുറവായിട്ടുള്ള സീസണിലാണ് ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേ നടക്കുക. അത് 2 റൗണ്ട് ആയിട്ടാണ് നടക്കുക. ഒരു 6 week ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്തൊരു സെക്കൻഡ് റൗണ്ട് നടക്കും. ആ സെക്കൻഡ് റൗണ്ടിൽ കിട്ടാത്ത കുട്ടികൾക്ക് വീടുകളിൽ ചെന്ന് കൊടുക്കുക, അതുപോലെ ഈ ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻസ് അങ്ങനെ കൊടുക്കലും, അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2 റൗണ്ട് ആയിട്ടാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേ നടക്കുക. The doses of OPV during pulse polio immunization are extra doses which supplement and do not replace the doses received during routine immunization services. അപ്പോൾ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേയില് കിട്ടണ OPV ഡോസ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഡോസ് ആണ്. അതൊരിക്കലും NIS-നെ സപ്ലിമെന്റ് ചെയ്യോ അതുപോലെ റീപ്ലേസ് ചെയ്യോ ചെയ്യില്ല.
NIS ഷെഡ്യൂൾ പ്രകാരം OPV ഒരു കുട്ടിക്ക് കൊടുക്കണം. അതുപോലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലെ പൾസ് പോളിയോ ഡേ എന്നുള്ള ഡേയിലും കുട്ടി OPV റിസീവ് ചെയ്തിരിക്കണം. The children, including 0 to 1 years old, should receive all their scheduled and pulse polio immunization doses. There is no minimal interval between scheduled and pulse polio immunization doses. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ആ കുട്ടി തലേന്ന് എന്താണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം OPV അല്ലെങ്കിൽ എടുത്ത കുട്ടിയാണെങ്കിലും പിറ്റേ ദിവസം നടക്കുന്നുണ്ടെങ്കിലും ആ കുട്ടി എടുത്തിരിക്കണം. അത് തമ്മിലൊരു ഗ്യാപ്പ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതൊരു എക്സ്ട്രാ ഡോസ് ആണ്. അത് കാരണം മിനിമൽ ഗ്യാപ്പ് ഒന്നും ഇല്ല. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുള്ള വാട്ടർ ബോൺ ഡിസീസ് ആണ് പോളിയോ മൈൽറ്റിസ്. പോളിയോ മൈൽറ്റിസിന്റെ കോസറ്റീവ് ഏജന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പോളിയോ വൈറസ് ആണ്. 3 ടൈപ്പ് വൈറസ് ഉണ്ട് പോളിയോ. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. അതിൽ ടൈപ്പ് 1 വൈറസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ള മേജർ ആയിട്ടുള്ള എപ്പിഡമിക്സ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഡിസ്കസ് ചെയ്തു. സോഴ്സ് ഓഫ് ഇൻഫെക്ഷനിൽ ഫീസസ്, അതുപോലെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വഴി നടക്കുന്ന കാരണം ഫാരഞ്ചൽ സെക്രീഷൻസിലും വൈറസ് ഇനീഷ്യൽ സ്റ്റേജിൽ കാണാറുണ്ട്. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഫീക്കൽ ഓറൽ റൂട്ടും അതുപോലെ തന്നെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണ് പറഞ്ഞത്. പിന്നെ ഇൻക്യുബേഷൻ പീരീഡ് ഡിസ്കസ് ചെയ്തു, 7 to 21 days. പിന്നെ പ്രിവെന്റീവ് മെഷേഴ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 2 വാക്സിൻസ് പഠിച്ചത്, OPVയും IPVയും. OPVയുടെ വേറെ പേരാണ് സാബിൻ, IPVയുടെ വേറെ പേര് സാൾക്ക്. IPV സ്കിൽഡ് വാക്സിൻ ആണ്. OPV ഓറൽ പോളിയോ വാക്സിൻ ലൈവ് ആണ്. പിന്നെ OPVയുടെ അഡ്വാൻറ്റേജസ് നോക്കി. IPVയുടെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേന്റെ ഇമ്പോർട്ടൻസ് നോക്കി. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോണ വാട്ടർ ബോൺ ഡിസീസ് ആണ് കോളറ. ഇപ്പൊ കോളറ ഈസ് an acute infectious disease caused by cholera vibrio or vibrio cholerae. വിബ്രിയോ കോളറ എന്നുള്ള ഒരു ബാക്ടീരിയ ആണ് കോളറ എന്നുള്ളൊരു ഡിസീസ് ഉണ്ടാക്കണത്. അതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആണ്. സീവിയർ ആയിട്ടുള്ള ഡയേറിയ ഒക്കെ ഉണ്ടാക്കി മനുഷ്യനെ ഒരു ഡീഹൈഡ്രേഷനിലേക്ക് എത്തിക്കാനും ഡെത്തിലേക്ക് ലീഡ് ചെയ്യണതുമായിട്ടുള്ള ഒരു വാട്ടർ ബോൺ ഡിസീസ് ആണ് കോളറ. Typical cases of cholera are characterized by repeated purging and vomiting leading to rapid dehydration, often resulting in death. അപ്പോൾ കോളറയിൽ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് റിപ്പീറ്റഡ് ആയിട്ടുള്ള വോമിറ്റിങ്ങും അതുപോലെ ലൂസ് ആയിട്ടുള്ള സ്റ്റൂൾസും വഴി വാട്ടർ നമ്മുടെ ബോഡിയിൽ നിന്ന് കൂടുതലായിട്ട് ലോസ് ആവും. അങ്ങനെ ഡീഹൈഡ്രേഷൻ വന്നിട്ട് ഡെത്തിലേക്ക് ലീഡ് ചെയ്യണ കണ്ടീഷനാണ് കോളറയിൽ കൂടുതലും കണ്ടുവരാറുള്ളത്. The potential of its epidemicity still exists because of poor environmental condition. ഈ വാട്ടറിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻ ഇഷ്യൂ തന്നെയാണ് കോളറേന്റെ സ്പ്രെഡിനെ മെയിൻ ആയിട്ട് കാരണം വരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ, നല്ല ശുദ്ധമായിട്ടുള്ള വാട്ടർ അല്ല കുടിക്കണമെങ്കിൽ ആ വാട്ടറിലെ വിബ്രിയോ കോളറയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ അസുഖം ആൾക്കാരിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻവയോൺമെന്റൽ സാനിറ്റേഷൻ തന്നെയാണ് ഇവിടെയും ഒരു ഇഷ്യൂ ആയിട്ട് ഈ ട്രാൻസ്മിഷനെ പറയണത്. നെക്സ്റ്റ് എപ്പിഡമോളജി ഏജന്റ്. കോളറ ഈസ് കോസ്ഡ് ബൈ 2 kinds of വിബ്രിയോസ്. 2 ടൈപ്പ് വിബ്രിയോസ് ആണ് മെയിൻലി കോളറ എന്നുള്ള ഡിസീസ് ഉണ്ടാക്കണ കോസിറ്റീവ് ഏജന്റ് എന്ന് പറഞ്ഞാല്. ഫസ്റ്റ് ക്ലാസിക്കൽ കോളറ വിബ്രിയോസും സെക്കൻഡ് എൽട്ടോർ വിബ്രിയോസും. ഇപ്പൊ 2 ടൈപ്പ് വിബ്രിയോസ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക, ക്ലാസിക്കൽ വിബ്രിയോസും എൽട്ടോർ വിബ്രിയോസും. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഇനി എവിടെ നിന്നാണ് ഈ കോളറ എന്നുള്ള വിബ്രിയോ കോളറേസ് മനുഷ്യനിലേക്ക് എത്തണത്, അതാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഐദർ ദി കേസ് ഓർ കാരിയർ ഓഫ് കോളറ. ഒന്നുവെച്ചാൽ ഒരു കേസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോളറ ബാധിച്ച് പുറത്തേക്ക് സിംറ്റംസ് ഒന്നും കാണിക്കാതെ ആ വിബ്രിയോ കോളറേനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു കാരിയറിൽ നിന്നോ മനുഷ്യനിലേക്ക് കോളറ എന്നുള്ള ഒരു അസുഖം പകരാം. ദി കേസസ് റേഞ്ചസ് ഫ്രം മൈൽഡ് ടു സീവിയർ. മൈൽഡ് ആയിട്ടുള്ള കണ്ടീഷൻ മുതൽ സീവിയർ ആയിട്ടുള്ള കണ്ടീഷൻ വരെ കോളറ കാണിക്കാറുണ്ട്. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ. അപ്പൊ എന്തൊക്കെയാണ് ഈ കോളറയുടെ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റൂൾസ് ആൻഡ് വോമിറ്റ് ഓഫ് ദി പേഷ്യൻസ് ആർ ഇൻഫെക്റ്റീവ്. കോളറ പേഷ്യന്റിന്റെ സ്റ്റൂളും അതുപോലെ വോമിറ്റിലും വിബ്രിയോ കോളറയുടെ പ്രസൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ സ്റ്റൂള് വഴിയോ അല്ലെങ്കിൽ വോമിറ്റ് വഴിയോ വാട്ടർ അല്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലും കണ്ടാമിനേറ്റഡ് ആവുമ്പോൾ അതുവഴിയാണ് മനുഷ്യനിലേക്ക് കോളറ എന്നുള്ള ഡിസീസ് വരുന്നത്. ദീസ് കണ്ടാമിനേറ്റ് വാട്ടർ, ഫുഡ് ആൻഡ് ഫോമൈറ്റ്സ്. എൻവയോൺമെന്റൽ കണ്ടീഷൻ
കോളറ affect മെയിൻലി ലോ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പ് വിത്ത് പുവർ പേഴ്സണൽ ആൻഡ് എൻവയോൺമെന്റൽ ഹൈജീൻ. പ്രോപ്പർ ആയിട്ടുള്ള സാനിറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാതെ പുവർ ആയിട്ട് ഹൈജീൻ കണ്ടീഷൻസ് ഉള്ള ഏരിയയിലാണ് ഇങ്ങനത്തെ വാട്ടർ ബോൺ ഡിസീസസ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യാറ്. അതാണ് പറയണത്, പുവർ ആയിട്ടുള്ള പേഴ്സണലും എൻവയോൺമെന്റൽ ഹൈജീനും ഉള്ള കണ്ടീഷൻസിലാണ് കോളറയുടെ കൂടുതൽ പ്രസൻസ് കാണാറ്. ഏജ്, കോളറ എഫക്ട് ഓൾ ഏജ് ഗ്രൂപ്പ്, എല്ലാ ഏജ് ഗ്രൂപ്പിലും ഒരു പ്രത്യേക സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിലല്ല കൂടുതൽ കാണാറുള്ളത്. എല്ലാ ഏജ് ഗ്രൂപ്പിനും ഒരേപോലെ വരാൻ ചാൻസ് ഉള്ള ഒരു അസുഖമാണ് കോളറ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ബൈ ഇൻജക്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ, ഫുഡ് ഓർ ഡ്രിങ്ക്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ വൊമിറ്റസോ അല്ലെങ്കിൽ ആ കോളറ പേഷ്യന്റിന്റെ ഫീസസോ വഴി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ വഴിയാണ് വേറൊരു ഇൻഡിവിജ്വലിലേക്ക് അസുഖം എത്തുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വാഷ്ഡ് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ക്യാൻ ബി എ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. അതുപോലെ ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കഴിക്കുന്നത് വഴിയും നമുക്ക് അസുഖം കിട്ടാൻ ചാൻസ് ഉണ്ട്. കുക്ക്ഡ് ഫുഡ് മേ ബി കണ്ടാമിനേറ്റഡ് ത്രൂ ഹാൻഡ്സ് ആൻഡ് ഫ്ലൈസ്. പ്രോപ്പർ ആയിട്ട് കുക്ക്ഡ് ഫുഡ് പ്രോപ്പർ ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫ്ലൈസ്, ഈ ഫീസസിന്റെ മേലെ പോയിരുന്നിട്ടുള്ള ഫ്ലൈസ് ആ ഫുഡിന്റെ മേലെ വന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെയും അസുഖം കിട്ടാൻ ചാൻസ് ഉണ്ട്. കോളറ കനോട്ട് സ്പ്രെഡ് ഇൻ കൺട്രീസ് വെർ സേഫ് വാട്ടർ ആൻഡ് പ്രോപ്പർ സീവേജ് ഡിസ്പോസൽ സിസ്റ്റം എക്സിസ്റ്റ് ഈവൺ ഇഫ് ദി ഡിസീസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് സാനിറ്റേഷനും സീവേജ് ഡിസ്പോസലും സേഫ് വാട്ടർ സപ്ലൈ ഉള്ള കൺട്രീസിലെ കോളറ ഒരു ഡിസീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫാസ്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം അവിടെ പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ സാനിറ്റേഷനും അതുപോലെ സേഫ് വാട്ടർ കണ്ടീഷൻസും കൂടുതലായിട്ട് ഉണ്ട്. അപ്പോൾ സേഫ് ആയിട്ടുള്ള വാട്ടറും സാനിറ്റേഷനും ഉള്ള ഒരു ഏരിയ, ഒരു കൺട്രി ആണെങ്കിൽ കോളറയുടെ ട്രാൻസ്മിഷൻ വളരെ കുറവായിരിക്കും. പോപ്പുലേഷൻ മൊബിലിറ്റി. Movement of population such as pilgrimages, marriages, fairs and festivals result in increased risk of infection. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടുന്ന പരിപാടികൾ ഒക്കെ വരുമ്പോൾ ഇങ്ങനത്തെ വാട്ടർ ബോൺ ഡിസീസസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. വെള്ളം തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സോഴ്സ്. വെള്ളം കൊണ്ടുവരുന്ന സോഴ്സ് കറക്റ്റ് അല്ല, അവിടെ പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ അല്ല ആൾക്കാരിലേക്ക് കൊടുക്കണത്. അതുപോലെ പ്രോപ്പറായിട്ട് സീവേജ് ഡിസ്പോസൽ നടക്കണില്ല, എക്സ്ക്രീറ്റ ഡിസ്പോസൽ നടക്കണില്ല എങ്കിലൊക്കെ വേഗം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഈ പിലിഗ്രിമേജ്, മാരേജ്, ഫെസ്റ്റിവൽസ് ഒക്കെ പറയണത്. ഇമ്മ്യൂണിറ്റി. ദി ഇമ്മ്യൂണിറ്റി കൺഫേംഡ് ബൈ ആൻ അറ്റാക്ക് ലാസ്റ്റ് ഫോർ ഫ്യൂ മന്ത്സ് ഓൺലി. ഒരാൾക്ക് കോളറ വന്നിട്ട് ആൾക്ക് കിട്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഒരു ഫ്യൂ മന്ത് വരെയാണ് ആളിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും ആ ഇൻഫെക്ഷൻ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ വീണ്ടും അയാൾക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഒരിക്കലും കോളറ ഒരു ഇൻഡിവിജ്വലിനെ കൊടുക്കണില്ല. ഇൻക്യുബേഷൻ പീരീഡ് ഫ്യൂ അവേഴ്സ് ടു 5 days. അബൌട്ട് 5 daysന്റെ ഉള്ളിൽ തന്നെ കോളറയുടെ ആയിട്ടുള്ള സിംറ്റംസ് ഒരു ഇൻഡിവിജ്വൽ കാണിച്ചു തുടങ്ങും. എഫക്ട് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വല് 5 daysന്റെ ഉള്ളിൽ തന്നെ എന്താണ് സിംറ്റംസ് കാണിച്ചു തുടങ്ങും. കാരിയേഴ്സ് ഇൻ കോളറ. ഇപ്പൊ നമ്മൾ പറഞ്ഞു കോളറ എന്ന് പറഞ്ഞാൽ കേസും കാരിയറും ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. കാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസുഖത്തിന്റെ കാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫെക്ഷസ് ഏജന്റ് ഒരാളുടെ ഉള്ളിലേക്ക് കയറിയിട്ട് പുറത്ത് സിംറ്റംസ് ഒന്നും കാണിക്കാതെ ആള് അത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആള് പറയണതാണ് കാരിയർ. ഇപ്പൊ കോളറയ്ക്ക് 4 ടൈപ്പ് കാരിയേഴ്സ് ആണ് മെയിൻലി ആയിട്ട് കാണാറുള്ളത്. എ കോളറ കാരിയർ മേ ബി ഡിഫൈൻഡ് ആസ് ആൻ അപ്പാരന്റ്ലി ഹെൽത്തി പേഴ്സൺ ഹു ഈസ് എക്സ്ക്രീറ്റിംഗ് വിബ്രിയോ കോളറെ ക്ലാസിക്കൽ ഓർ എൽട്ടോറിൻ സ്റ്റൂൾ. പുറത്തേക്ക് സിംറ്റംസ് ഒന്നും കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ ആള് പോലും അറിയാതെ വിബ്രിയോ കോളറേസിനെ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, വേറെ ആൾക്കാരിലേക്ക് ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഉള്ള ഒരു ഇൻഡിവിജ്വലിനെ പറയുന്നതാണ് കാരിയർ. ഇപ്പൊ കോളറയ്ക്ക് മെയിൻലി 4 ടൈപ്പ് ഓഫ് കാരിയേഴ്സ് ആണ് കാണാറുള്ളത്. ഇൻക്യുബേറ്ററി കാരിയർ. ഇൻക്യുബേറ്ററി കാരിയേഴ്സ് ഈസ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ, ദേ ആർ പൊട്ടൻഷ്യൽ പേഷ്യന്റ്. ഇൻക്യുബേറ്ററി കാരിയർ എന്ന് പറഞ്ഞാൽ ആ ഇൻക്യുബേഷൻ പീരീഡ് നമ്മൾ പറഞ്ഞല്ലോ, ഫസ്റ്റ് 5 days. ആ 5 daysന്റെ ഉള്ളില് ഈ വിബ്രിയോ കോളറേസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ പറയുന്നതാണ് ഇൻക്യുബേറ്ററി കാരിയർ. നെക്സ്റ്റ് കാരിയർ കൺവോളസെന്റ് കാരിയർ. കൺവോളസെന്റ് കാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതെ, പ്രോപ്പർ ആയിട്ട് ആന്റിബയോട്ടിക്സ് കഴിക്കാതെ ഫുള്ളായിട്ട് ആൾക്ക് അസുഖം മാറിയിട്ടുണ്ടാവില്ല, എന്നാൽ പുറത്തേക്ക് ഹെൽത്തി ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ സ്റ്റിൽ ആൾ എക്സ്ക്രീറ്റ വഴി വിബ്രിയോ കോളറേസിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടാവും. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആന്റിബയോട്ടിക്സ് കഴിക്കാതിരിക്കുക, അതുപോലെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു കണ്ടീഷൻ വരുമ്പോൾ കൺവാലസെന്റ് കാരിയർ ആവാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് എടുക്കാതെ ഇരുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ആള് ഹെൽത്തി ആയിട്ടുണ്ടായിരിക്കും, പക്ഷെ ആള് പോലും അറിയാതെ വിബ്രിയോ കോളറേസിന് സ്റ്റിൽ ആളെ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ആളൊരു കാരിയർ ഉണ്ടാവും. അങ്ങനെ പറയുന്ന കാരിയറാണ് കൺവാലസെന്റ് കാരിയർ. ദി പേഷ്യന്റ് ഹു ഹാവ് റിക്കവേർഡ് ഫ്രം ആൻ അറ്റാക്ക് ഓഫ് കോളറ മേ കണ്ടിന്യൂ ടു എക്സ്ക്രീറ്റ് വിബ്രിയോ ഡ്യൂറിങ് ഹിസ് കൺവാലസൻസ് 2 to 3 വീക്സ്. അസുഖം വന്ന് പോയതിന്റെ ശേഷം 2 to 3 വീക്സും ആള് ഇങ്ങനെ എക്സ്ക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആള് കൺവാലസെന്റ് കാരിയർ ആണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ പേഷ്യന്റ് ഹു ഹാവ് നോട്ട് റിസീവ്ഡ് ഇഫക്റ്റീവ് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ്. പ്രോപ്പർ ആയിട്ട് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് എടുക്കാത്ത ഇൻഡിവിജ്വൽസ് ആണ് കൺവാലസെന്റ് കാരിയർ ആയിട്ട് മാറാറുള്ളത്. Next, contact or healthy carrier. This is the result of subclinical infection contracted through association with a source of infection, be it a case or infected environment. ഒരു സബ്ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംറ്റംസ് കാണിക്കാതെ അസുഖം വന്നു പോണ ഒരു കണ്ടീഷനാണ് സബ്ക്ലിനിക്കൽ. ഇൻഫെക്ഷനിൽ നിന്നാണ് ഹെൽത്തി കാരിയേഴ്സ് ഉണ്ടാവുന്നത്. ആള് പുറത്തേക്ക് ഹെൽത്തി ആയിരിക്കും, ബട്ട് ഹി വിൽ ബി എ കാരിയർ. ആള് എക്സ്ക്രീറ്റിയ വഴി വിബ്രിയോ കോളറേസിനെ പുറന്തള്ളുണ്ടായിരിക്കും. അതാണ് ഹെൽത്തി കാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, ക്രോണിക് കാരിയർ. ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം ഈ വിബ്രിയോ കോളറേസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള കാരിയേഴ്സിനെ പറയുന്നതാണ് ക്രോണിക് കാരിയർ. ക്രോണിക് കാരിയർ മന്ത്സ്, ഇയേഴ്സ് വരെ വിബ്രിയോ കോളറേസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉണ്ടാവും. അപ്പോൾ 4 ടൈപ്പ് കാരിയേഴ്സ് ആണ് കോളറയ്ക്ക് ഉള്ളത്. ഇൻക്യുബേറ്ററി കാരിയർ എന്ന് പറഞ്ഞാൽ ഇൻക്യുബേഷൻ പീരീഡില് വിബ്രിയോ കോളറേസിനെ എക്സ്ക്രീറ്റ് ചെയ്യണ കാരിയറാണ് ഇൻക്യുബേറ്ററി കാരിയർ ആണ് പേഷ്യൻസ് ആയിട്ട് മാറുക. പിന്നെ കൺവാലസെന്റ് കാരിയർ, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാത്ത കാരണം ഫുൾ ആയിട്ട് കംപ്ലീറ്റ്ലി ക്യൂർ ആവാത്ത ആൾക്കാരാണ് കൺവാലസെന്റ് കാരിയർ. പിന്നെ ഹെൽത്തി കാരിയർ, പുറത്തേക്ക് ഇൻഡിവിജ്വൽ ഹെൽത്തി ആയിരിക്കും, പക്ഷെ ആള് വിബ്രിയോ കോളറേസിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ടാവും, അതാണ് ഹെൽത്തി കാരിയർ. പിന്നെ ക്രോണിക് കാരിയർ, ലാർജ് പീരീഡ് ഓഫ് ടൈമിന് വരെ, മന്ത്സ് ടു ഇയേഴ്സ് വരെ വിബ്രിയോ കോളറേസിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് ക്രോണിക് കാരിയേഴ്സ് ആവണത്. നെക്സ്റ്റ്, കോളറയുടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെ സിംറ്റംസ് ആണ് ഒരു കോളറ പേഷ്യൻസ് കാണിക്കുക എന്നാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സിൽ പറയുന്നത്. അക്യൂട്ട് സിവിയർ ഡയേറിയ, സിവിയർ ആയിട്ടുള്ള ഫോമിൽ തന്നെ ഡയേറിയ കാണിക്കാറുണ്ട്. റൈസ് വാട്ടർ പോലെ ഏറ്റവും ലൂസ് ആയിട്ടുള്ള റൈസ് വാട്ടർ പോലെയുള്ള സ്റ്റൂളാണ് കോളറയിൽ കാണാറുള്ളത്. ഇത് കോളറയിൽ മാത്രം കാണുന്ന കണ്ടീഷനാണ് റൈസ് വാട്ടർ സ്റ്റൂള്. അപ്പൊ ടൈഫോയിഡിൽ നമ്മൾ പീ സൂപ്പ് ഡയേറിയ എന്ന് പറയുന്ന പോലെ കോളറയിൽ പറയുന്നതാണ് റൈസ് വാട്ടർ സ്റ്റൂൾ ഏത് ഡിസീസിന്റെ ആണെന്ന് ചോദിക്കാം. റൈസ് വാട്ടർ സ്റ്റൂൾ ഇസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ് ഡിസീസ്. റൈസ് വാട്ടർ സ്റ്റൂൾ കോളറയിൽ കാണിക്കുന്ന ഒരു സിംറ്റാണ്. പിന്നെ വോമിറ്റിങ്. അപ്പൊ ഇങ്ങനെ ഫ്ലൂയിഡ്സ് ബോഡിയിൽ നിന്ന് ലോസ് ആവുമ്പോൾ എന്താണ്? ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, അങ്ങനെ ഡെത്തിലേക്ക് ലീഡ് ചെയ്യാം. ദി ലോസ് ഓഫ് സോൾട്ട് ആൻഡ് വാട്ടർ ഇൻ സ്റ്റൂൾ ആൻഡ് വോമിറ്റ് പ്രൊഡ്യൂസ് ഡീഹൈഡ്രേഷൻ, അസിഡോസിസ് ആൻഡ് ഹൈപ്പോകലീമിയ. ദി പേഷ്യന്റ് കംപ്ലൈൻസ് ഓഫ് ഇന്റൻസ് തേഴ്സ്റ്റ്, ക്രാംസ് ഇൻ ലെഗ് ആൻഡ് അബ്ഡമൻ. അപ്പോൾ ഫ്ലൂയിഡ്സ് ഒരുപാട് നമ്മുടെ ബോഡി വഴി, വോമിറ്റ് വഴിയും അതുപോലെ ഡയേറിയ, സ്റ്റൂള് വഴിയൊക്കെ ലോസ് ആവുമ്പോൾ ഒരുപാട് തേഴ്സ്റ്റ് ഫീൽ ചെയ്യും. അതുപോലെ മസിൽ ക്രാംസ്, പെയിന് ഒക്കെ ഉണ്ടാവാറുണ്ട്. ദ ടിപ്പിക്കൽ സൈൻസ് ആർ സങ്കൺ ഐസ്, ഡീഹൈഡ്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ കുഴിഞ്ഞ കണ്ണുകള്, ഹോളോ ചീക്സ്, സബ്നോർമൽ ടെമ്പറേച്ചർ, പൊതുവെ ഇത്തിരി കൂളായിട്ടുള്ള ടെമ്പറേച്ചറായി മാറും, തണുപ്പായിരിക്കും, ഭയങ്കര എന്താണ്, ഇപ്പൊ ആൾക്കാരെ നമ്മൾ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും സബ്നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. അവർക്ക് അവരുടെ വാട്ടർ ലോസ് ഒക്കെ ഉണ്ടായി ഫുൾ ആയിട്ടുള്ള ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ സങ്കൺ ഐസ് ഒക്കെയാണ് കാണാറുള്ളത്. പിന്നെ വാഷർമാൻസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, കൈയും കാലും ഒക്കെ എപ്പോഴും ഇങ്ങനെ നനഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ, എപ്പോഴും ഡീഹൈഡ്രേഷൻ ആണ് അവർക്ക് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണത്. അപ്പൊ ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ്സ് ഇങ്ങനെ പല രീതിയിലും സ്വെറ്റ് വഴിയും ഓവർ സ്വെറ്റിംഗ് വഴിയും ഒക്കെ ലോസ് ആയിക്കൊണ്ടിരിക്കും. ലോ ബ്ലഡ് പ്രഷർ, സപ്രഷൻ ഓഫ് യൂറിൻ ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഓഫ് കോളറയിൽ കാണാറുള്ളത്. In severe cases, the patient may pass into coma because of dehydration. Dehydration severe ആയിട്ടുണ്ടെങ്കിൽ കോമ വരെ എത്താൻ സാധ്യത ഉണ്ട് കോളറയ്ക്ക്. If death does not occur, the patient shows signs of gradual improvement.
അപ്പോൾ ഡെത്ത് ഇല്ലാതെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ കുറച്ച് കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് കാണിച്ച് ആള് ക്ലിനിക്കൽ സയൻസിൽ നിന്നൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ബാക്ക് ടു ലൈഫ് വരാറുണ്ട്. However, in L-TOR cholera, which is currently the predominant type of cholera, the diarrhea may not be severe and there is a greater frequency of occurrence of mild and inapparent cases and the mortality is low. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ടൈപ്പ് വിബ്രിയോസ് കോളറ ഉണ്ടാക്കാറുണ്ട്, ക്ലാസിക്കലും എൽടോറും. എൽടോർ കാരണം ഉണ്ടാവണ കോളറ ആണെങ്കിൽ അധികം സീവിയർ ആയിട്ടുള്ള ഡയേറിയ കോമൺലി കാണാറില്ല. അതുപോലെ മൈൽഡ് കോളറയാണ് ഉണ്ടാക്കാറ്. മോർട്ടാലിറ്റി റേറ്റ്, ഡെത്തും എൽടോർ കാരണം ഉണ്ടാവണ കോളറയ്ക്ക് കുറവാണ്. എൽടോർ കമ്പാരിറ്റീവ്ലി അധികം ഡാമേജ് ഒന്നും ഉണ്ടാക്കാത്ത ടൈപ്പ് വിബ്രിയോസ് ആണ്. The features of classical cholera may not be evident. Comparing ക്ലാസിക്കൽ കോളറേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൽടോർ മൈൽഡ് ആയിട്ടുള്ള വിബ്രിയോ ആണ്. അപ്പൊ മൈൽഡ് ആയിട്ടുള്ള കോളറയാണ് ഉണ്ടാക്കാറ്. മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ എൽടോർ കാരണം ഉണ്ടാവുന്ന കോളറയ്ക്ക് ലോ ആണ്. ഇനി നമുക്ക് എങ്ങനെയൊക്കെ കോളറേനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് കോളറ? വെരിഫിക്കേഷൻ. It is important to confirm the outbreak of cholera as quickly as possible by identifying Vibrio cholera in the stool of the patient. ഒരു സിംറ്റം നമുക്ക് ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റൂള് ടെസ്റ്റിന് അയച്ചിട്ട് അതിൽ വിബ്രിയോ കോളറയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റൂൾ സാമ്പിൾ ഷുഡ് ബി കളക്ടഡ് ബിഫോർ എ പേഷ്യന്റ് ഹാസ് ബീൻ ട്രീറ്റഡ് വിത്ത് ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ്. ഒരു പേഷ്യന്റിനെ ഡ്രഗ്സ് കൊടുത്തു തുടങ്ങണേക്കോളും മുന്നേ തന്നെ സ്റ്റൂൾ സാമ്പിൾ കളക്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ പേഷ്യന്റിന്റെ സ്റ്റൂളിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് വിബ്രിയോ കോളറൈസിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്യണേക്കുള്ള മുന്നേ തന്നെ സ്റ്റൂള് കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് അയക്കണം വിബ്രിയോ കോളറൈസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. The stool specimen should be collected with a rubber catheter or by means of rectal swab and transported in an alkaline peptone water to the testing laboratory. ഒരു റബ്ബർ കത്തീറ്റർ അല്ലെങ്കിൽ റെക്ടൽ സ്വാബ് യൂസ് ചെയ്തിട്ട് ഒരു ആൽക്കലൈൻ അതിന്റെ ഒരു മീഡിയം ഉണ്ട്, സ്റ്റൂള് പ്രോപ്പർ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അതില് ലാബിലേക്ക് എത്തിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് വിബ്രിയോ കോളറൈസിനെ അതിൽ പ്രസൻസ് ഉണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡൗട്ട് തോന്നിയിട്ടുള്ള കേസിന്റെ സ്റ്റൂള് കളക്ട് ചെയ്തിട്ട് അതിൽ വിബ്രിയോ കോളറയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് വെരിഫിക്കേഷൻ. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ. അങ്ങനെ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കോളറ കേസ് എത്രയും പെട്ടെന്ന് എല്ലാ ലെവൽസിലേക്കും നോട്ടിഫൈ ചെയ്യണം. കോളറ ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആണ്, അപ്പൊ എത്രയും പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യണം. കോളറ ഇസ് എ നോട്ടിഫയബിൾ ഡിസീസ് ലോക്കലി, നാഷണലി ആൻഡ് ഇന്റർനാഷണലി. The number of cases and death are to be reported daily and weekly till the area is declared free of cholera. അങ്ങനെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നാഷണൽ ലെവലിലും ലോക്കൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും കോളറ നോട്ടിഫൈ ചെയ്യണം. അതുപോലെ ആ ഏരിയ കോളറ ഫ്രീ ആവണ വരെ എല്ലാ ഫോളോ അപ്പും എപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഏർലി കേസ് ഫൈൻഡിങ്. കോളറ കൺട്രോൾ ഇസ് ഗ്രേറ്റ്ലി ഫെസിലിറ്റേറ്റഡ് ബൈ ഏർലി ഡിറ്റക്ഷൻ ഓഫ് കേസസ്. എത്രയും ഏർലി ആയിട്ട് കേസ് കണ്ടുപിടിക്കണം അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ സ്പ്രെഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ഓൺലി ഇറ്റ് വിൽ ബി പോസിബിൾ ടു ഇനീഷ്യേറ്റ് ട്രീറ്റ്മെന്റ് ബിഫോർ പേഷ്യന്റ് ഗോ ഇൻ ടു ഷോക്ക്. അപ്പൊ ആൾക്ക് ഒരു ഡീഹൈഡ്രേഷൻ, സീവിയർ ഡീഹൈഡ്രേഷൻ ഉണ്ടാവണേക്കാളും മുന്നേ എത്രയും പെട്ടെന്ന് കേസിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ്. അതാണ് ഏർലി ഐഡന്റിഫിക്കേഷൻ. നെക്സ്റ്റ് ഇസ് ഓറൽ റീഹൈഡ്രേഷൻ. ഓറൽ റീഹൈഡ്രേഷൻ നമ്മൾ കോളറ കാരണം എന്താണ്, ഒരുപാട് ഫ്ലൂയിഡ്സും വാട്ടറും ഒരു ഇൻഡിവിജ്വലിന്റെ ബോഡിയിൽ നിന്ന് ലോസ് ആവും. അപ്പോൾ സോൾട്ടും വാട്ടറും അയോൺസും ഒക്കെ ആളുടെ ബോഡിയിൽ നിന്ന് ലോസ് ആവുകയാണ്. അപ്പൊ അത് ബോഡിയിലേക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ORS പാക്കറ്റ്സ് സപ്ലൈ ചെയ്യണം. അപ്പോൾ ഡീഹൈഡ്രേഷനിൽ നിന്ന് റീഹൈഡ്രേറ്റഡ് ആവാൻ ഹെൽപ്പ് ചെയ്യും. The modern treatment of cholera is based on oral rehydration. The introduction of the oral rehydration therapy has not only reduced the cost of treatment but also made the possible treatment of patients in their own homes by primary health workers or relatives of the patient. ഇപ്പൊ ഈ ORS പാക്കറ്റ് വഴി അവർക്ക് റീഹൈഡ്രേഷൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അവർക്ക് ആ ORS പാക്കറ്റ് കലക്കി കുടിക്കുന്നത് വഴി അവരുടെ ബോഡിയിൽ നിന്ന് ലോസ് ആയിട്ടുള്ള സോൾട്ടും വാട്ടറും അയോൺസും ഒക്കെ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. Packet of oral rehydration mixture are freely available at all primary health center and other medical centers. The contents of the packet are to be dissolved in 1 liter of drinking water. The solution should be made fresh
daily and used within 24 hours. It should not be boiled or otherwise sterilized. അപ്പൊ ORS പാക്കറ്റുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പൊ അത് നല്ല വൃത്തിയായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ 1 ലിറ്റർ വാട്ടറിൽ ഫുള്ളായിട്ട് ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് 1 ലിറ്റർ വാട്ടറിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് ഇന്റർവെല്ലായിട്ട് കുടിക്കാൻ പറയുക. അപ്പൊ അത് നമുക്ക് റീഹൈഡ്രേറ്റഡ് ആവാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയ വാട്ടറൊക്കെ നമുക്കത് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ എപ്പോഴും ഇന്ന് ഫ്രഷ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ORS സൊല്യൂഷൻ ഇന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം. അത് ബോയിൽ ചെയ്യാനോ റിഫ്രിജറേറ്ററിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനോ ഒന്നും പാടില്ല. വിത്തിൻ 24 hours തന്നെ അത് യൂസ് ചെയ്ത് തീർക്കണം. പിന്നെ ആ പാക്കറ്റ് ഫുള്ളായിട്ട് തന്നെ ഡിസോൾവ് ചെയ്യും വേണം 1 ലിറ്റർ വാട്ടറിലേക്ക്. അപ്പൊ അതാണ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. നെക്സ്റ്റ് 5th വൺ ആന്റി മൈക്രോബിയൽ ട്രീറ്റ്മെന്റ് ആണ്. ആന്റിബയോട്ടിക്സ് കട്ട് ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ്. ദേ ഷുഡ് ബി ഗിവൺ ആസ് ആൻ അഡ്ജങ്ക്ട് ടു ഓറൽ റീഹൈഡ്രേഷൻ. അപ്പൊ ORS കൊടുക്കണതിന്റെ ഒപ്പം തന്നെ ബയോട്ടിക്സും കൂടി കൊടുക്കണം. ടെട്രാസൈക്ലിൻ ആണ് കോമൺലി നമ്മൾ ആന്റിബയോട്ടിക് ആയിട്ട് യൂസ് ചെയ്യാറ്. ദി അഡൾട്ട് ഡോസ് ഓഫ് ടെട്രാസൈക്ലിൻ ഈസ് 500 mg every 6 hours for 3 days. ഡോസേജ് ഒന്നും പഠിക്കേണ്ട, ടെട്രാസൈക്ലിൻ ആണ് കൂടുതലായിട്ട് ആന്റിബയോട്ടിക്സ് ആയിട്ട് യൂസ് ചെയ്യാറെന്ന് ആലോചിച്ച് വെക്കാം. ഡിസ്ഇൻഫെക്ഷൻ, അതുപോലെ ഈ പേഷ്യന്റ് യൂസ് ചെയ്തിട്ടുള്ള ഏരിയാസ്, അതുപോലെ അവരുടെ സ്റ്റൂള് വോമിറ്റ് ഒക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യണം. കാരണം അതിൽ വിബ്രിയോ കോളറയുടെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഈ വിബ്രിയോ കോളറ ആണല്ലോ കോളറ ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് അത് ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് സ്റ്റൂൾ ആൻഡ് വോമിറ്റ്. എങ്ങനെയാണ് സ്റ്റൂളും വോമിറ്റും ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ നോക്കാം. മിക്സ് ദി സ്റ്റൂൾ ഓർ വോമിറ്റ് വിത്ത് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് 5% ക്രിസോൾ ഓർ ലൈസോൾ. സ്റ്റൂൾ അല്ലെങ്കിൽ വൊമിറ്റ് ഈക്വൽ ആയിട്ടുള്ള 5% ക്രിസോളിൽ മിക്സ് ചെയ്യുക, ഓർ 30% ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷനിൽ മിക്സ് ചെയ്യുക. ആഫ്റ്റർ 2 hours ഓഫ് ഡിസ്ഇൻഫെക്ഷൻ, അത് മിക്സ് ചെയ്തിട്ട് 2 hours ശേഷം ദി എക്സ്ക്രീറ്റ മേ ബി ഡിസ്പോസ്ഡ് ഓഫ് ഓർ ബറി ഓർ ഇൻ എ സീവർ. അത് പിന്നെ നമുക്ക് സീവർ വഴിയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ബറി ചെയ്തിട്ടോ അത് എക്സ്ക്രീറ്റ ഡിസ്പോസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് 5% ക്രിസോൾ അല്ലെങ്കിൽ ലൈസോൾ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് 2 hours ശേഷം ആ എക്സ്ക്രീറ്റ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, ബറി ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ സീവർ സിസ്റ്റം വഴി ഡിസ്പോസ് ചെയ്യുക. ഇഫ് നൺ ഈസ് അവൈലബിൾ, എക്സ്ക്രീറ്റർ ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ആഡിങ് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് ബോയിലിംഗ് വാട്ടർ ഓർ ബേണിംഗ്. ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ആ എക്സ്ക്രീറ്റ പ്രോപ്പറായിട്ട് ബോയിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബേൺ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സ്റ്റൂളും വൊമിറ്റും ഡിസ്ഇൻഫെക്ട് ചെയ്യുക. നെക്സ്റ്റ് ആ പേഷ്യന്റ് യൂസ് ചെയ്തിട്ടുള്ള ക്ലോത്ത്സും അതുപോലെ ബെഡ്ഷീറ്റ്സും ഒക്കെ എങ്ങനെയാണ് ഡിസ്ഇൻഫെക്ട് ചെയ്യുക. These should be soaked in 2.5% of cresol solution for 30 minutes and then washed with soap and water. 2.5% ക്രിസോൾ സൊല്യൂഷനിൽ 30 മിനിറ്റ് എങ്കിലും സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലോത്ത്സ് കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കുക. ചീപ്പ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ക്ലോത്തിങ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ബേണിംഗ്. ചീപ്പായിട്ടുള്ള ക്ലോത്തിങ് ഒക്കെ ആണെങ്കിൽ അത് കത്തിച്ച് കളയാണ് നല്ലത്. നെക്സ്റ്റ് റൂം ഡിസ്ഇൻഫെക്ഷൻ. ദി ഫ്ലോർ ആൻഡ് വാൾസ് അപ് ടു എ ഹൈറ്റ് ഓഫ് 3 feet ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് 5% ക്രിസോൾ. 5% ക്രിസോൾ യൂസ് ചെയ്തിട്ട് ആ പേഷ്യന്റ് കിടന്നിട്ടുള്ള റൂമും വാൾസും ഒക്കെ ഡിസ്ഇൻഫെക്ട് ചെയ്യാം. ഹാൻഡ്സ് മേ ബി ഡിപ്ഡ് ഇൻ 1% ക്രിസോൾ ആൻഡ് വാഷ്ഡ് ആഫ്റ്റർവാർഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ക്രിസോളിൽ 1% ക്രിസോളിൽ മുക്കിയിട്ട് പിന്നെ സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് ഹാൻഡ്സും നന്നായി ഡിസ്ഇൻഫെക്ട് ചെയ്യുക. ഫീഡിംഗ് ആൻഡ് കുക്കിംഗ് വെസൽസ്. These may be disinfected by boiling water for 50 minutes and finally washing them with water and soda. അപ്പൊ ഈ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണ യൂട്ടൻസിൽസ്, ഫീഡിംഗ് ബോട്ടിൽസ് ഒക്കെ വാട്ടറിൽ ഇട്ടിട്ട് ബോയിൽ ചെയ്യുക 50 minutes. പിന്നെ വാഷിംഗ് സോഡയും സോപ്പും യൂസ് ചെയ്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് യൂസ് ചെയ്യുക ഫീഡിംഗ് ബോട്ടിൽസും യൂട്ടൻസിൽസും ഒക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിസ്ഇൻഫെക്ട് ചെയ്യാൻ ഉള്ള മെഷേഴ്സ്. നെക്സ്റ്റ് ഹാൻഡ് വാഷിംഗ് ആണ്. ഹാൻഡ് വാഷിംഗ് ഏത് വാട്ടർ ബോൺ ഡിസീസ് ആയാലും, അത് ഫീക്കൽ ഓറൽ റൂട്ട് ഡിസീസ് ആയാലും, ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെഫിക്കേഷൻ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്, എല്ലാം ഹാൻഡ് വാഷിംഗ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ വേൾഡ് ഹാൻഡ് വാഷ് ഡേ ആയിട്ട് October 15th ആണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത്. 7 സ്റ്റെപ്പാണ് ഹാൻഡ് വാഷിങ്ങിനുള്ളത്. ഈ സ്റ്റെപ്പുകൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ എത്ര സ്റ്റെപ്പ് ഉണ്ട് എന്നുള്ളതും ആലോചിച്ച് വെക്കുക. 7 സ്റ്റെപ്പാണ് മെയിൻ ആയിട്ട് ഹാൻഡ് വാഷിങ്ങിനുള്ളത്. ആദ്യം പാംസ് രണ്ടും റബ്ബ് ചെയ്യുക,
നെക്സ്റ്റ് റബ്ബ് ദി ബാക്ക് ഓഫ് ദി ഹാൻഡ്സ്, ബോത്ത് ഹാൻഡ്സ്, രണ്ട് ഹാൻഡ്സിന്റെയും ബാക്ക് സൈഡ് റബ്ബ് ചെയ്യുക. പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർപ്ലേസ്ഡ്, പിന്നെ പാം ടു പാം ആയിട്ട് റബ്ബ് ചെയ്യുക. ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ്, ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്തിട്ട് ബോത്ത് ഹാൻഡ്സും റബ്ബ് ചെയ്യുക. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ക്ലാസ്പ്ഡ് ഇൻ ലെഫ്റ്റ് പാം, വൈസ് വേഴ്സ. അതുപോലെ തമ്പ് റൊട്ടേഷണൽ ആയിട്ട് റബ്ബ് ചെയ്യുക. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്പഡ് ഫിംഗേഴ്സ് ഓർ ലെഫ്റ്റ് ഹാൻഡ് ഇൻ റൈറ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. അതുപോലെ തമ്പ് ഫിംഗേഴ്സും പാമിൽ വെച്ചിട്ട് അത് റബ്ബ് ചെയ്യുക. അതുപോലെ വൈസ് വേഴ്സ മറ്റേ ഹാൻഡ്സും ചെയ്യണം. റാപ്പ് ലെഫ്റ്റ് ഹാൻഡ് ഓവർ റൈറ്റ് റിസ്റ്റ് യൂസിങ് റൊട്ടേഷണൽ മൂവ്മെന്റ് അപ് ടു മിഡ് ഫോർ ആം, വൈസ് വേഴ്സ. അതിന് ശേഷം നമ്മൾ വാട്ടർ യൂസ് ചെയ്തിട്ട് ഫോർ ആം വരെ വാഷ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ ഹാൻഡും വാഷ് ചെയ്യുക. പിന്നെ എൽബോ ടാപ്സ് യൂസ് ചെയ്തിട്ട് നമ്മളത് പൈപ്പ് ക്ലോസ് ചെയ്യുക. പിന്നെ ഡ്രൈ ആക്കുക കൈ. ഇതാണ് ഹാൻഡ് വാഷിംഗ് ടെക്നിക്ക്. 7 സ്റ്റെപ്സ് ആണ് ഹാൻഡ് വാഷിങ്ങിന് ഉള്ളത്. നെക്സ്റ്റ് സാനിറ്റേഷൻ മെഷേഴ്സ്. ഏത് വാട്ടർ ബോൺ ഡിസീസ് ആയാലും കൺട്രോൾ മെഷേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. വാക്സിനേഷൻ ഏരിയ മാത്രം മാറുക. സാനിറ്റേഷൻ മെഷേഴ്സ് ഒക്കെ എല്ലാതും കോമൺ ആയിട്ട് ഒരെണ്ണം പഠിച്ചു വെക്കുക. ഫസ്റ്റ്, വാട്ടർ കൺട്രോൾ. ദി പബ്ലിക് വാട്ടർ സപ്ലൈ ഷുഡ് ബി അഡ്വക്കേറ്റ്ലി ക്ലോറിനേറ്റഡ് കണ്ടെയ്നിങ് ഫ്രീ റെസിജ്വൽ ക്ലോറിൻ. അപ്പോൾ വാട്ടർ സപ്ലൈസ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ ക്ലോറിനേറ്റ് ചെയ്യണം. അതുപോലെ റെസിജ്വൽ ക്ലോറിന്റെ പ്രസൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. 0.5 mg ആണ് പെർ ലിറ്റർ റെസിജ്വൽ ക്ലോറിൻ വേണ്ടത്. അപ്പോൾ ആ റെസിജ്വൽ ക്ലോറിൻ ഉണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ റെസിജ്വൽ ക്ലോറിൻ ബാക്ടീരിയ ആയാലും ഇത് വൈറസ് ആയാലും അത് കില്ല് ചെയ്യും. Individual householders should resort to boiling or adding a chlorine solution such as calcium hypochlorite or sodium hypochlorite solution. എപ്പോഴും ചൂടുള്ള വെള്ളം മാത്രം കുടിക്കുക. അതുപോലെ ക്ലോറിനേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് വാട്ടർ കൺട്രോളിൽ പറയുന്നത്. സെക്കൻഡ് is excreta disposal. For permanent control of excreta in endemic area, there should be arrangement for proper sanitary disposal of human excreta such as water seal type of latrine. നിങ്ങൾ എൻവയോൺമെന്റൽ സാനിറ്റേഷനിൽ പഠിച്ചിട്ടുണ്ടാവും വാട്ടർ സീൽ ലാട്രിൻസ്. പ്രോപ്പർ ആയിട്ട് ഫ്ലൈസ് ഒന്നും വരാതെ അണ്ടർഗ്രൗണ്ടിൽ തന്നെ സെപ്റ്റിക് ടാങ്ക്സിൽ തന്നെ പ്രോപ്പർ ആയിട്ട് ക്ലോസ് ആയിട്ട് എക്സ്ക്രീറ്റ ഡിസ്പോസൽ നടക്കുന്ന ഒരു സിസ്റ്റമാണ് വാട്ടർ സീൽ ലാട്രിൻസ്. അപ്പൊ വാട്ടർ സീൽ ലാട്രിൻസ് തന്നെ യൂസ് ചെയ്യേണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫ്ലൈസ്. ആൻ അറ്റാക്ക് ഷുഡ് ബി മെയ്ഡ് ഓൺ ദി ഫ്ലൈ ബ്രീഡിംഗ് പ്ലേസസ് ബൈ ഇംപ്രൂവിങ് സാനിറ്റേഷൻ. ഫ്ലൈ ബ്രീഡിംഗ് പ്ലേസസ് ഉണ്ടെങ്കിൽ ആ ഫ്ലൈ ബ്രീഡിംഗ് പ്ലേസസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യുക. ഫ്ലൈസ് വഴി എന്താണ് ഈ ഫീസസ് ഒക്കെ കണ്ടാമിനേറ്റ് ചെയ്തിട്ടുള്ള ഫീസസിന്റെ മേലെ പോയിരുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അസുഖം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫ്ലൈസിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് സാനിറ്റേഷൻ. ദി ഗോൾഡൻ റൂൾ ഈസ് ടു ഈറ്റ് ഫ്രഷ്ലി കുക്ക്ഡ് ഹോട്ട് ഫുഡ്. എപ്പോഴും ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹോട്ട് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക. കട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വിച്ച് ആർ ലൈക്ലി ടു ബി ഈറ്റൻ റോ ഷുഡ് ബി അവോയ്ഡഡ്. സ്വീറ്റ്സ് എക്സ്പോസ്ഡ് ടു ഫ്ലൈസ് ഷുഡ് ബി ഡിസ്ട്രോയിഡ്. ഫ്ലൈസ് വന്നിരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ എപ്പോഴും ഹോട്ടായിട്ട് ഫ്രഷ്ലി കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നതാണ് ഗോൾഡൻ റൂൾ. നെക്സ്റ്റ് കോളറയുടെ വാക്സിനേഷൻ ആണ്. അപ്പൊ 2 ടൈപ്പ് വാക്സിൻ ആണ് കോളറയ്ക്ക് ഉള്ളത്. ഒന്ന് പാരന്ററൽ വാക്സിൻ. പാരന്ററൽ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഓറൽ അല്ലാത്ത ഏത് റൂട്ടിന് പറയുന്നതാണ് പാരന്ററൽ റൂട്ട്. കോളറ വാക്സിൻ ഈസ് സ്പെസിഫിക് പ്രിവെൻഷൻ അഗെയിൻസ്റ്റ് കോളറ. 1 ml of cholera vaccine contain 12,000 million of killed cholera vibrios. The vaccine is given subcutaneously, 2 doses of 0.5 ml each at an interval of 4 to 6 week. 4 to 6 വീക്കിന്റെ ഇന്റർവെല്ലില് 2 ഡോസ് ആണ് കിൽഡ് ആയിട്ടുള്ള കോളറ വാക്സിൻ കൊടുക്കുന്നത്. 0.5 ml 4 to 6 വീക്കിന്റെ ഗ്യാപ്പിൽ. അപ്പൊ അതാണ് പാരന്ററൽ വാക്സിൻ. പിന്നെ ഓറൽ വാക്സിൻസ് 2 ടൈപ്പ് ഓറൽ വാക്സിൻ ഉണ്ട്. ഡുക്കോറലും സാൻഗോളും. ഡുക്കോറൽ വാക്സിൻ ഒരു മോണോവാലന്റ് വാക്സിൻ ആണ്. അതില് ഒരു ടൈപ്പ് കോളറ വാക്സിനെതിരെയുള്ള പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഡോസസ്. ഡുക്കോറലിന് 2 ഡോസ് ആണുള്ളത്. ഇറ്റ് ഈസ് ഗിവൺ അറ്റ് 7 days അപ്പാർട്ട് ഫോർ പീപ്പിൾ അബവ് 6 years ഓഫ് ഏജ്. 6 വയസ്സിന് മേലുള്ളവർക്ക് 7 ദിവസം ഇടവിട്ടിട്ടാണ് 2 ഡോസസ് ആയിട്ടാണ് ഓറൽ വാക്സിന് ഡുക്കോറല് കൊടുക്കുന്നത്. Children between 2 to 5 years should receive 3 doses at least 7 days apart. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും കൊടുക്കാം. പക്ഷെ 3 ഡോസസ് ആണ് കൊടുക്കാറ് 7 days ഗ്യാപ്പ് വിട്ടിട്ട്.
ഇൻടേക്ക് ഓഫ് ഫുഡ് ഷുഡ് ബി അവോയ്ഡഡ് ഫോർ 1 hour ബിഫോർ ആൻഡ് ആഫ്റ്റർ വാക്സിനേഷൻ. അത് നമ്മൾ ഓറൽ പോളിയോ വാക്സിനിൽ പറഞ്ഞ പോലെ ഇത് ലൈവ് വാക്സിൻസ് എന്തെടുക്കുകയാണെങ്കിലും ഒരു ഹാഫ് ആൻ അവർ വരെ ഹോട്ട് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. ഡുക്കോറൽ ഇസ് നോട്ട് റെക്കമെൻഡഡ് ഫോർ ചിൽഡ്രൻ ലെസ് ദാൻ 2 years. 2 yearsന് താഴെയുള്ള കുട്ടികൾക്ക് ഡുക്കോറൽ റെക്കമെൻഡ് ചെയ്യണില്ല. അപ്പൊ ആദ്യത്തെ കോളറയുടെ ഓറൽ വാക്സിൻ ആണ് ഡുക്കോറൽ. നെക്സ്റ്റ് സാൻകോൾ ആണ്. ദേ ആർ ബൈവാലന്റ് കോളറ വാക്സിൻ. അത് കാരണം അത് ക്ലാസിക്കലിനും എൽട്ടോറിനും പ്രൊട്ടക്ട് ചെയ്യും. ബൈവാലന്റ് കോളറ വാക്സിൻ ആണ് സാൻകോള്. ഇറ്റ് ഈസ് അഡ്മിനിസ്റ്റർഡ് ഓറലി ഇൻ 2 liquid doses. 2 ഓറൽ ഡോസസ് ആയിട്ടാണ് സാൻകോള് കൊടുക്കുന്നത്. 40 days ഇന്റർവെല്ലാണ് കൊടുക്കുന്നത്. ഡുക്കോറൽ 7 days ഇന്റർവെല്ലായിരുന്നു. സാൻകോള് 14 days ഇന്റർവെല്ല് 1 yearന്റെ അബവ് ഉള്ള എല്ലാവർക്കും സാൻകോള് കൊടുക്കാം. എ ബൂസ്റ്റർ ഡോസ് ഇസ് റെക്കമെൻഡഡ് ആഫ്റ്റർ 2 years. എല്ലാ 2 വർഷം കൂടുമ്പോഴും സാൻകോളിന്റെ ഒരു ബൂസ്റ്റർ ഡോസും കൂടിയും കൊടുക്കണം കോളറയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ. അപ്പൊ ഇതാണ് വാക്സിനേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോളറയുടെ വാക്സിൻ നമ്മുടെ NIS ഷെഡ്യൂളിൽ ഇല്ലാത്ത കാരണം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും വാക്സിൻസിന്റെ പേര് എങ്കിലും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് കീമോപ്രൊഫിലാക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാനിറ്റേഷൻ ഒന്നും ഇല്ലാത്തൊരു ഏരിയയിലെ പ്രിവെന്റീവ് മെഷർ ആയിട്ട് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കീമോപ്രൊഫിലാക്സിസ്. ഇപ്പൊ കോളറയുടെ കീമോപ്രൊഫിലാക്സിസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആന്റിബയോട്ടിക് ആണ് ടെട്രാസൈക്ലിൻ. ഇറ്റ് ഹാസ് ടു ബി ഗിവൺ 3-day പീരീഡ് ഡെയിലി 500 mg ഡോസ് ഫോർ അഡൽട്ട് ആൻഡ് സ്മോളർ ഡോസ് ഫോർ ചിൽഡ്രൻ. 3 ദിവസം 500 mg വെച്ചിട്ടുള്ള ഗുളികയാണ് ടെട്രാസൈക്ലിൻ. അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോൺ ആയിട്ടുള്ള ഏരിയയിൽ കൊടുക്കണ ഡ്രഗ് എന്ന് പറഞ്ഞാൽ ടെട്രാസൈക്ലിൻ ആണ്. അപ്പൊ ഡ്രഗ് ഓഫ് ചോയ്സ് ആസ് കീമോപ്രൊഫിലാക്സിസ് ഫോർ കോളറ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ടെട്രാസൈക്ലിൻ ആണ് അതിന്റെ ആന്റിബയോട്ടിക്. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതാണ് ഈ ക്ലോറിനേഷൻ, അതുപോലെ ബോയിൽഡ് വാട്ടർ കുടിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ഡെഫിക്കേഷൻ മെഷേഴ്സ്, ഹാൻഡ് വാഷിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഡിസീസസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യണത് എന്ന് ആൾക്കാർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള മെഷേഴ്സ് പറഞ്ഞു കൊടുക്കണം. ഹെൽത്ത് എഡ്യൂക്കേഷൻ മസ്റ്റ് ബി ആക്റ്റീവ്ലി പെർസ്യൂഡ്. എംഫസൈസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ഗുഡ് പേഴ്സണൽ ആൻഡ് ഫുഡ് ഹൈജീൻ പ്രാക്ടീസസ്. The benefit of cooked hot food and safe water should be promoted. The need for proper hand washing after defecation and before eating or preparing food should be emphasized. ഡെഫിക്കേഷന്റെ ശേഷവും അതുപോലെ ഫുഡ് പ്രിപ്പയർ ചെയ്യണേക്കാളും മുന്നേയും പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് വാഷിങ്ങിന്റെ ഇമ്പോർട്ടൻസും ആൾക്കാർക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ഇൻഡിവിജ്വൽസിന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷനും ഒരു കീ റോൾ ഉണ്ട്. ഏത് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, എന്ത് ഡിസീസ് കൺട്രോൾ ചെയ്യാനായാലും ഹെൽത്ത് എഡ്യൂക്കേഷന് എപ്പോഴും ഒരു കീ റോള് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 വാട്ടർ ബോൺ ഡിസീസസ് ആണ്, പോളിയോമൈലിറ്റിസും അതുപോലെ കോളറയും. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് 1 വേർഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കോസറ്റീവ് ഏജന്റ് ഓഫ് പോളിയോമൈലിറ്റിസ്. കോസറ്റീവ് ഏജന്റ് ഓഫ് പോളിയോമൈലിറ്റിസ് എന്താണ്? പോളിയോ വൈറസ് ആണ്. 3 ടൈപ്പ് വൈറസ് ഉണ്ട്. അപ്പൊ പോളിയോ വൈറസ്. കോസറ്റീവ് ഏജന്റ് ഓഫ് കോളറ. വിബ്രിയോ കോളറയാണ്. Incubation period of poliomyelitis. is 7 to 21 days. അല്ലെങ്കിൽ 3 to 35 days. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചേക്കുക. 7 to 21 days. നെയിം 2 waterborne diseases. അപ്പോൾ ഒരുപാട് വാട്ടർബോൺ ഡിസീസസ് ഉണ്ട് പഠിക്കാൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കോളറയും പോളിയോമൈലിറ്റിസും. ഡ്രഗ് യൂസ്ഡ് ആസ് എ കീമോപ്രൊഫിലാക്സിസ് ഇൻ കോളറ. കോളറ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കീമോപ്രൊഫിലാക്സിസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ടെട്രാസൈക്ലിൻ. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സും അടുത്ത സ്ലൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദി പ്രിവെൻഷൻ ഓഫ് പോളിയോമൈലിറ്റിസ് ചോദിക്കുമ്പോൾ സാനിറ്റേഷൻ മെഷേഴ്സും എഴുതണം, അതുപോലെ വാക്സിനേഷനും എഴുതണം. വാക്സിനേഷൻ എന്തായാലും എഴുതണം. അതും OPVയും IPVയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഡോസസും ഇന്റർവെല്ലും മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ പോളിയോമൈലിറ്റിസിന്റെ പ്രിവെൻഷൻ എഴുതാൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ലൈവ്ഡ് ആൻഡ് കിൽഡ് വാക്സിൻ ഓഫ് പോളിയോ. സാൾക്കും സാബിനും തമ്മിലുള്ള ഡിഫറൻസ് അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഷോർട്ട് നോട്ട്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേനെ കുറിച്ചിട്ട് ഷോർട്ട് നോട്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ 2 റൗണ്ട് ആയിട്ടാണ് നടത്താറ്. 6 week അപ്പാർട്ടില്. ആദ്യമായിട്ട് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നടന്നത് എന്നാണ് 9th December 1995. അത്
പിന്നെ അതൊരു എക്സ്ട്രാ ഡോസ് ആണ്. മിനിമം ഇന്റർവെല്ലൊന്നുമില്ല. ഇറസ്പെക്റ്റീവ് ഓഫ് NIS ഷെഡ്യൂൾ അപ് ടു 5 years ഓഫ് ഏജ് ഉള്ള എല്ലാ കുട്ടികളും പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഡേന്റെ അന്ന് ഓറൽ പോളിയോ വാക്സിൻസ് റിസീവ് ചെയ്യണം. അത് NIS ഷെഡ്യൂളിനെ റീപ്ലേസ് ചെയ്യോ സപ്ലിമെന്റ് ചെയ്യോ ഒന്നും ചെയ്യണില്ല. അത് എക്സ്ട്രാ ഡോസസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. അപ്പൊ അതാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഷോർട്ട് നോട്ട്. കൺട്രോൾ മെഷേഴ്സ് ഓഫ് കോളറ ഓർ വാട്ടർ ബോൺ ഡിസീസ്. ഏത് വാട്ടർ ബോൺ ഡിസീസിന്റെ കൺട്രോൾ മെഷർ ചോദിക്കുകയാണെങ്കിലും ഒരെണ്ണം തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം നന്നായി പഠിച്ചു വെക്കുക. അപ്പൊ കോളറയുടെ നമ്മൾ കൺട്രോൾ മെഷേഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ടർ ബോയിലിംഗ്, സാനിറ്റേഷൻ മെഷേഴ്സ്, ക്ലോറിനേഷൻ, അതൊക്കെയാണ് കൺട്രോൾ മെഷേഴ്സിൽ എഴുതേണ്ടത് വാട്ടർ ബോൺ ഡിസീസസിന്റെ. എക്സ്പ്ലെയിൻ എനി 2 വാട്ടർ ബോൺ ഡിസീസസ് ആൻഡ് കൺട്രോൾ മെഷേഴ്സ്. ഇങ്ങനെ തന്നെ എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ എനി 2 or 3 വാട്ടർ ബോൺ ഡിസീസ് ആൻഡ് ദെയർ കൺട്രോൾ മെഷേഴ്സ്. അപ്പോൾ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പറയണത് പോളിയോന്റെ ഏറ്റവും ലാസ്റ്റ് കേസ് ഓഫ് പോളിയോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് ജനുവരി 13th 2011 വെസ്റ്റ് ബംഗാളിലാണ്. 2011 ജനുവരി 13th വെസ്റ്റ് ബംഗാളിലാണ് ലാസ്റ്റ് പോളിയോ കേസ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ WHO ഇന്ത്യനെ ഒഫീഷ്യലി പോളിയോ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തത് മാർച്ച് 27th 2014. മാർച്ച് 27th 2014 ഇന്ത്യനെ ഒഫീഷ്യലി WHO പോളിയോ ഫ്രീ ആയിട്ടുള്ള കൺട്രി ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഈ പോളിയോ ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തതാണ് മാർച്ച് 27th 2014. അപ്പൊ ഈ 2 ഇയറും ഡേറ്റും ആലോചിച്ച് വെക്കണം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പൊ നമ്മൾ പോളിയും കോളറയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.